നമസ്കാരം. മാർക്ക് ഫെല്ലറും സെയിന്റ് സ്കൂവും ഗൂനിങ്ങിനൊപ്പം ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് അതിവേഗം മൂവ് ചെയ്യാണ്. സ്പെഷ്യൽ ടെക്നോളജികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തേക്ക് അവർക്ക് കടക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവർ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തേക്ക് കടക്കുമ്പോഴാണ് മാർക്ക് ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ശരിക്കും ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തുള്ള ഡീമനുകൾ മാർക്കിനെയോ ഗൂനിങ്ങിനെയോ സെയിന്റ് സ്കൂവിനെയോ കാണുന്നില്ല. മാർക്കിൻ്റെയും സെയിന്റ് സ്കൂവിൻ്റെയും അതുപോലെ ഗൂനിങ്ങിൻ്റെയും ഇന്റേണൽ എനർജി പൂർണ്ണമായും മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഗൂനിങ്ങിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഹാർട്ട് ഓഫ് ഓഷ്യൻ എന്ന ഗൂ ഫാമിലിയുടെ അതിശക്തമായ ഒരു മാന്ത്രിക സ്പെല്ലാണ് ഇവിടെ ആ നിമിഷത്തിൽ ഗൂനിങ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൂ കുടുംബത്തിൻ്റെ ഫാമിലി ഹെഡാണ് ഗൂനിങ്. ഗൂനിങ്ങിൻ്റെ സഹോദരിയാണ് പറകേട്രിയിൽ ആ 9th ലെവലിലുണ്ടായിരുന്ന ഗൂ ബായി. ഗൂ ബായി കഴിഞ്ഞ യുദ്ധത്തിൽ ശ്രീറാമിനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ശ്രീറാം ഡീമൺ റേസിൻ്റെ ഭാഗമാണ്. ആ ശ്രീരാമനോടും ഡീമൺ റേസിലെ മറ്റാളുകളോടും പകരം ചോദിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഗൂനിങ്ങിനുണ്ട്. ഗൂനിങ് അത് നടപ്പിലാക്കാനുള്ള എന്തോ ഒരു സൂത്രവാക്യവുമായിട്ടാണ് ഇപ്പോൾ ആ ഫോറസ്റ്റിനകത്തേക്ക് കടന്നിരിക്കുന്നത്. മാർക്കിന് അത്രമാത്രമേ അറിയത്തുള്ളൂ. നേരത്തെ ഡീമൺ റൈസുകാർ ഗൂ ഫാമിലിയെ ആക്രമിച്ച സമയത്ത് ഗൂനിങ് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഗൂനിങ്ങിന് ഈ പറഞ്ഞ ഡീമൺ റൈസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് സത്യം. സകല ആളുകളും ഉണ്ടായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഗൂ ബായി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഡീമൺ റൈസിന് മുന്നിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. എന്നിട്ടാണ് അവര് മാർക്കിൻ്റെയും സെയിന്റ് സ്കൂവിൻ്റെയും സഹായത്താൽ ആ വനത്തിനകത്ത് കയറി പ്രതികാരം ചെയ്യാൻ പോകുന്നത്. ഈ സംശയം ഡീലിനെയും അതേപോലെ ഫ്ലവർ ഗ്രാനിയും ചാങ്മാങ് ഉൾപ്പെടെയുള്ള എല്ലാവരും ചോദിച്ചപ്പോൾ ഗൂനിങ് അതിന് പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു മറുപടിയാണ്. ഒരു കാരണവശാലും ഗൂനിങ്ങിനെയും സെയിന്റ് സ്കൂവിനെയും മാർക്കിനെയും ആ ഡീമനുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ശൈലിയിൽ ഒരു പ്രൊട്ടക്റ്റഡ് കവർ ഗൂനിങ്ങിന് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഗൂനിങ് അന്ന് ഡീലിയോടും ഫ്ലവർ ഗ്രാനിയോടും മാർക്കിനോടൊക്കെ പറഞ്ഞത്. ആ പ്രൊട്ടക്റ്റഡ് കവർ ശരിക്കും വെള്ളം കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു കവറാണ്. വെള്ളത്തിൻ്റെ നേർത്ത കണങ്ങൾ ഇപ്പോൾ ഗൂനിങ്ങിനും മാർക്കിനും സെയിന്റ് സ്കൂവിനും ഒരു മറ സൃഷ്ടിച്ചിരിക്കുകയാണ്. വെള്ളം ഉപയോഗിച്ച് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു മറ സൃഷ്ടിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും ഡീലിയൊക്കെ സാധാരണ എനർജി ഉപയോഗിച്ച് മറകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ കണികകളാണ്. വെള്ളത്തിൻ്റെ കണികകളെ വളരെ ചെറുതാക്കി മാറ്റി, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതാക്കിയതിന് ശേഷം അത് ഒരു മറയാക്കിയിരിക്കുകയാണ്. ഒരു മാന്ത്രിക ടെക്നോളജി അവിടെ ഗൂനിങ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ആ ടെക്നോളജി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ആ കവറിനകത്ത് ഉള്ള ആളുകളെ കണ്ടെത്താൻ ഒരാൾക്ക് കഴിയത്തില്ല. അങ്ങനെയാണ് ഗൂനിങ് പറഞ്ഞത്. പക്ഷെ ഗൂനിങ്ങും മാർക്ക് ഫെല്ലറും അതുപോലെ സെയിന്റ് സ്കൂവും ഹുനാങ് മൗണ്ടനിൽ നിന്ന് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോയി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ആ മലയുടെ ഓപ്പോസിറ്റുള്ള മലയിൽ ടെങ് സിന്നർ ചാടി എണീക്കുന്നത്. ടെങ് സിന്നർക്ക് മാർക്കിന്റെ അഭാവം മനസ്സിലായി. മാർക്ക് പോയ ദിക്കും മനസ്സിലായി. ആ ദിക്കിലേക്ക് ടെങ് സിന്നർ പാഞ്ഞു പോകുന്ന കണ്ടപ്പോഴാണ് എമിലി ബ്ലാക്ക് ഡീലിയോടും ഫ്ലവർ ഗ്രാനിയോടും പറഞ്ഞതിന് ശേഷം ടെങ് സിന്നർ പോയ വഴിയെ മാർക്കിനെ ഫോളോ ചെയ്തത്. ടെങ് സിന്നർക്ക് പോലും മാർക്കിന്റെ ആ ഓറ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ഗൂനിങ് സൃഷ്ടിച്ചിരിക്കുന്ന ആ കവറിനകത്ത് ഉള്ള ആളിന്റെ ഓറ ഒരു കാരണവശാലും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ലെന്നാണ് ഗൂനിങ് പറഞ്ഞത്. പക്ഷെ ടെങ് സിന്നർ അത് കണ്ടെത്തിയിരിക്കുന്നു. ടെങ് സിന്നറെ പോലെ ഒരാൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഡീമൺ റേസിലെ എമോർട്ടൽ ക്രെയിനും ശ്രീറാമിനും ഒക്കെ വളരെ അനായാസമായിട്ട് മാർക്കിനെ കണ്ടെത്താൻ കഴിയും. അതിനും അപ്പുറത്ത് അവിടെ ഒരുപാട് ശക്തരായ ഡീമനുകളുണ്ട്. അവരും മാർക്കിനെ കണ്ടെത്തിയേക്കും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡീൻലിക്കും ഫ്ലവർ ഗ്രാനിക്കും ഇവിടെ ഈ ഹുനാങ് മൗണ്ടനിൽ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. ശരിക്കും ഒരു അസ്വസ്ഥത അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മാർക്ക് സെയിന്റ് സ്കൂവിനൊപ്പം ആ വനത്തിനകത്തൂടെ നടക്കുകയാണ്. മാർക്ക് ആ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ ഭാഗമായിരുന്ന സമയത്ത് ഒരുപാട് തവണയാണ് ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് കടന്നിട്ടുള്ളത്. അന്ന് പക്ഷേ മാർക്കിന് പോകാൻ കഴിയാത്ത സ്ഥലത്തേക്കാണ് ഗൂനിങ് ഇപ്പോൾ സെയിന്റസിനെയും മാർക്കിനെ കൊണ്ടുപോകുന്നത്. ആ വനത്തിന്റെ ഉള്ളിലേക്ക്, അവിടേക്കാണ് ഗൂനിങ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവേഗതയിലാണ് ഗൂനിങ് മാർക്കും സെയിന്റ് സ്കൂവുമായി ആ വനത്തിനകത്തൂടെ പാഞ്ഞു പോകുന്നത്. അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ
അതിശക്തരായ കരടികളെയും പുലികളെയും പാമ്പുകളെയും പറവുകളെയും ഒക്കെ മാർക്ക് കാണുന്നുണ്ട്. അവ മാർക്കിനും സെയിന്റ് സ്കൂവിനും സമീപത്തുകൂടി പാഞ്ഞു പോകുന്നുണ്ട്. ചിലരൊക്കെ അങ്ങനെ വിശ്രമിക്കുകയാണ്. മരങ്ങളുടെ അത്രയും പൊക്കമുള്ള കൂറ്റൻ ആൾക്കുരങ്ങുകളും ആ കൂട്ടത്തിലുണ്ട്. അവ മരങ്ങൾക്ക് സമീപത്ത് അങ്ങനെ ചാരിയിരിക്കുമ്പോൾ മരമാണോ ആൾക്കുരങ്ങാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. മാർക്ക് ഫെല്ലർ നിശബ്ദനായി ആ കവറിനകത്തൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ആൾക്കുരങ്ങോ പാമ്പോ പക്ഷികളോ മാർക്കിനെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് സത്യം. മാർക്കിനെ മാത്രമല്ല, മാർക്കിനൊപ്പമുള്ള ആ രണ്ടുപേരെയും. അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൂറ്റൻ ഡ്രാഗൺ മാർക്കിന്റെ ദൃഷ്ടിയിലേക്ക് വന്നു. ആ കൂറ്റൻ ഡ്രാഗനെ മാർക്കിനെ അറിയാം. ഗൂ ഫാമിലിയെ ആക്രമിച്ച ആ വൈൽഡ് ബീസ്റ്റുകളിൽ ഏറ്റവും ശക്തൻ ആ ഡ്രാഗണാണ്. ശരിക്കും ആ ഡ്രാഗൺ ആ വൈൽഡ് ബീസ്റ്റുകളെ നിയന്ത്രിക്കുന്ന കാഴ്ച അന്ന് മാർക്ക് കണ്ടതാണ്. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ 4th ലെവലിലുള്ള അതിശക്തനായ ഒരു ഡീമനാണ് ആ ഡ്രാഗൺ. അഷൂർ ഡ്രാഗൺ എന്നാണ് അതിനെ വിളിക്കുക. ഒരു വല്ലാത്ത പവർ അതിനുണ്ട്. ആ ഡ്രാഗൺ മാർക്കിനും സെയിന്റ് സ്കൂവിനും സമീപത്തുകൂടിയാണ് കുറച്ച് താഴേക്ക് പോയത്. മാർക്കും സെയിന്റ് സ്കൂവും ആ ഗൂനിങ്ങും മുകളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു മലയുടെ മുകളിലേക്കാണ് ഗൂനിങ് യഥാർത്ഥത്തിൽ മാർക്കിനെ സെയിന്റ് സ്കൂവിനെ കൊണ്ടുപോകുന്നത്. അവർക്ക് അവരുടെ ലക്ഷ്യം കൃത്യമായി അറിയാമെന്ന് ആ യാത്ര വിളിച്ചു പറയുകയാണ്. അഷൂർ ഡ്രാഗൺ എന്ന അതിഭീകരനായ അതിശക്തനായ ആ ഡ്രാഗണെ മറികടന്ന് മാർക്കും സെയിന്റ് സ്കൂവും പോകുമ്പോൾ സെയിന്റ് സ്കൂ വിറയ്ക്കുന്നത് മാർക്കിന് ദൃശ്യമാണ്. മാർക്ക് സെയിന്റ് സ്കൂവിനെ കയ്യിലൊന്ന് പിടിച്ചു. മാർക്ക് സെയിന്റ് സ്കൂവിനെ കയ്യിലൊന്ന് പിടിച്ചതും ഒരു ആശ്വാസം സെയിന്റ് സ്കൂവിന് ഉണ്ടായെന്ന് പറയാം. അത്രയേറെ ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ മാർക്കിൻ്റെയും സെയിന്റ് സ്കൂവിൻ്റെയും യാത്ര. പെട്ടെന്ന് അവര് ഒരു തുറസായ പ്ലേസിലേക്ക് എത്തി. ആ വനത്തിനകത്തൂടെ അന്തരീക്ഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ മൂവരുടെയും യാത്ര. അവരെത്തിയത് ഒരു മലയുടെ മുകളിലാണ്. അതിവിശാലമാണ് ആ മലയുടെ മുകൾ ഭാഗം. മാർക്കിന് ആ പ്ലേസ് വല്ലാത്തൊരു കൗതുകമാണ് ഉണ്ടാക്കിയത്. അവിടെ ആരാധനാലയത്തിൻ്റെ ഒരു ലക്ഷണമാണുള്ളത്. കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആരാധനാ വിഗ്രഹങ്ങളാണ് അവിടെ എമ്പാടും കാണുന്നത്. ആ ഡീമനുകൾ പോലും ആരെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഡീമനുകളുടെ പാത്ത് ഓഫ് ഹെവൻ മനുഷ്യരുടെ പാത്ത് ഓഫ് ഹെവനിൽ നിന്ന് വ്യത്യസ്തമാണ്. മോൺസ്റ്ററൈസിന്റെ പാത്ത് ഓഫ് ഹെവൻ മാർക്കിന്റെ ദൃഷ്ടിയിൽപ്പെട്ടതാണ്. മാർക്ക് അന്ന് കണ്ടത് ആ പ്രകാശത്തിന്റെ പുറകിൽ ഒരു കണ്ണാണ്. അന്ന് ആ പാത്ത് ഓഫ് ഹെവൻ ആ മോൺസ്റ്ററൈസിന്റെ ഭാഗത്തേക്ക് ആകാശം താഴേക്ക് തുറന്ന് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ബാപ്റ്റിസം ചെയ്തപ്പോൾ, അതിനെ മാമോദിസം മുക്കിയപ്പോൾ മാർക്കിന് വേണമെങ്കിൽ അതിനകത്ത് മുങ്ങാമായിരുന്നു. മാർക്ക് എങ്ങനെ മുങ്ങിയിരുന്നെങ്കിൽ ഹെക്ടർ ടെങ്ങിനേക്കാൾ ശക്തനായി മാർക്ക് മാറിയനെ. മാർക്കിന്റെ മനസ്സിൽ ഹെക്ടർ ടെങ് പെട്ടെന്ന് ശക്തി ആർജിക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായ ആ നിമിഷത്തിൽ ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും മാർക്കിന്റെ മനസ്സ് വായിച്ചറിഞ്ഞ് മാർക്കിനെ തടുക്കായിരുന്നു. അന്ന് അവർ മാർക്കിനോട് ഒരു സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്. മാർക്ക്, ഒരിക്കൽ മോൺസ്റ്ററൈസിന്റെ ആ പാത്ത് ഓഫ് ഹെവനകത്ത് നമ്മൾ പെട്ടാൽ പിന്നീട് നമുക്കൊരിക്കലും തിരികെ വരാൻ കഴിയില്ല. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും അവരുടെ അറിവ് മാർക്കിനോട് പങ്കുവെച്ച് മാർക്കിനെ തടസ്സപ്പെടുത്തിയതാണ്. അതിനുശേഷമാണ് മാർക്കും ഹെക്ടർ ടെങ്ങും തമ്മിലുള്ള ആ അതിശക്തമായ ഫൈറ്റ് ഉണ്ടായത്. ആ ഫൈറ്റിന്റെ എൻഡിൽ ഫ്ലവർ ഗ്രാനി ആ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചുകൊണ്ട് പെറ്റലുകൾ ഉപയോഗിച്ച് ലാസ്റ്റിൽ നടത്തിയ ആ അറ്റാക്കിൽ ഹെക്ടർ ടെങ്ങിന്റെ ഒരു കൈ അറ്റു വീണിരുന്നു. അന്ന് ആ യുദ്ധത്തിൽ നിന്ന് മാർക്ക് സകലരുമായി രക്ഷപ്പെടുമ്പോൾ മാർക്ക് ആ കൈ കൂടി കയ്യിലെടുത്തിട്ടുണ്ട്. ആ കൈ ഇപ്പോഴും മാർക്കിന്റെ ആ സുമേരു റിങ്ങിനകത്തുണ്ട്. ആ കൈ മാർക്കിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അസറ്റാണ്. അത് മോൺസ്റ്ററൈസിന്റെ പൂർണ്ണ ഊർജ്ജം ഉൾക്കൊണ്ട കൈയാണ്. മോൺസ്റ്ററൈസ് എങ്ങനെ മനുഷ്യരെക്കാൾ ശക്തരാകുന്നു എന്ന് പഠിക്കാൻ മാർക്കിന് ആ കയ്യിലെ പഠനത്തിലൂടെ പറ്റും. മാർക്ക് ആ പഠനത്തിൽ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സെയിന്റ് സ്കൂവും ഗൂനിങ്ങും കൂടി ആ ഹുനാങ് മൗണ്ടനിലെത്തി മാർക്കിനെ വിളിച്ചുകൊണ്ട് ഈ ഗ്രീൻ റോക്കിലേക്ക് എത്തിയിരിക്കുന്നത്. പല ചിന്തകളും മാർക്കിന്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും സെയിന്റ് സ്കൂവും ആ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു. മലയുടെ മുകളിൽ എത്തിയപ്പോഴാണ് അവർ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഗൂനിങ് അവർക്ക് ഒപ്പമില്ല. അതുവരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഗൂനിങ് യഥാർത്ഥത്തിൽ ഗൂനിങ്ങിന്റെ ക്ലോൺ ആയിരുന്നു എന്ന യാഥാർത്ഥ്യം മാർക്ക് ആ നിമിഷത്തിൽ തിരിച്ചറിയുകയാണ്. മാർക്ക് ദേഷ്യത്തോടെ ചുറ്റും നോക്കുമ്പോൾ സെയിന്റ് സ്കൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സോറി, എനിക്ക് ഫാമിലി ഹെഡിന്റെ മൈൻഡ് വായിക്കാൻ പറ്റിയില്ല. ഗൂ ഫാമിലിയുടെ ആ ഹെഡ് ഗൂനിങ് സെയിന്റ് സ്കൂനെയും മാർക്കിനെയും ഇതാ ചതിച്ചിരിക്കുന്നു.
എന്തിനാ അവർ തങ്ങളെ ചതിച്ചത്? മാർക്ക് ആ ഗൂ കുടുംബത്തെ സഹായിച്ച വ്യക്തിയാണ്. സെയിന്റസ്കൂ ആ ഗൂ കുടുംബത്തിന്റെ ഒരേ ഒരു അനന്തരാവകാശിയാണ്. അവർ രണ്ടുപേരെയും ആ ഡീമൺ റേസുകാരുടെ ആരാധനാ ദേവാലയത്തിന്റെ അടുത്ത് എത്തിച്ചിട്ട് ഗൂനിങ് ഇത് അപ്രതീക്ഷിതമായി മുങ്ങിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിയുമ്പോഴേക്കും അവിടെ ആ മലമുകളിൽ പല സംഭവവികാസങ്ങളും ഉണ്ടാവുകയാണ്. പെട്ടെന്നാണ് പല മേഖലകളിൽ നിന്നായി അനവധി ഡീമൺ ബീസ്റ്റുകൾ ആ മലയുടെ മുകളിലേക്ക് വന്നത്. ആ മലയുടെ മുകളിൽ മാർക്കിനും സെയിന്റസ്കൂവിനും പ്രൊട്ടക്ഷൻ നൽകുന്ന ആ ഹാർട്ട് ഓഫ് ഓഷ്യൻ വർക്ക് ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം മാർക്കും സെയിന്റസ്കൂവും ഒരുപോലെ തിരിച്ചറിയുമ്പോൾ അവര് ആ ഭീമാകാരനായ ജീവിയെ മുന്നിൽ കാണുകയാണ്, അഷൂർ ഡ്രാഗണെ. അഷൂർ ഡ്രാഗൺ അങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ശംഖങ്ങൾ മുറകൾ പോലെ വലുതായിട്ട് വിസിബിളാണ്. അഷൂർ ഡ്രാഗന്റെ കണ്ണുകളിൽ തീക്ഷ്ണമായ ദേഷ്യമുണ്ട്. ജ്വലിക്കുന്ന കണ്ണുകളോടെ അഷൂർ ഡ്രാഗൺ അയാളുടെ ചുറ്റുമുള്ള ഡീമനുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ മനുഷ്യർ ഇവിടേക്ക് എങ്ങനെ കടന്നു കയറിയെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇവർക്ക് പുറമെ ഒരാൾ കൂടി ഈ വനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് ഗൂനിങ്ങിനെയാണ്. ഗൂനിങ് അതുവരെ എത്തിയിട്ട് എങ്ങോട്ടോ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അത് ആ അഷൂർ ഡ്രാഗൺ മനസ്സിലാക്കിയെന്ന് വ്യക്തം. അഷൂർ ഡ്രാഗൺ തൻ്റെ മുന്നിലുള്ള സെയിന്റസ്കൂവിനെയും മാർക്ക് ഫില്ലറെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷത്തിൽ ആ അഷൂർ ഡ്രാഗൺ അതിൻ്റെ കൈയൊന്നുയർത്തി ആഞ്ഞൊരൊറ്റയാടി. മാർക്ക് ഫില്ലർ അതേ നിമിഷം തന്നെ തൻ്റെ ആ ഗ്രീൻ സോഡ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അവിടെ ഇനി പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. മാർക്ക് ആ പ്രൊട്ടക്ഷൻ മറികടന്നുകൊണ്ട് ഈവിളായി ഉള്ള ആ ഗോസ്റ്റ് സോഡ് ഉപയോഗിച്ച് അതിശക്തമായി ആഞ്ഞൊരൊറ്റ വെട്ട്. മാർക്കിന്റെ ആ പച്ചപ്രകാശവും അഷൂർ ഡ്രാഗന്റെ കയ്യിൽ നിന്ന് വന്ന ആ ജ്വാലയും ആകാശത്ത് കൂട്ടിമുട്ടുമ്പോൾ അവിടെ തീ പടർന്നു തന്നെ ഉണ്ടായി. അഷൂർ ഡ്രാഗന് ഒരു കുലുക്കവുമില്ല. മാർക്കിന്റെ അതിശക്തമായ അറ്റാക്ക് നിഷ്പ്രയാസം അഷൂർ ഡ്രാഗൻ തടുത്തിരിക്കുകയാണ്. അഷൂർ ഡ്രാഗൻ അടുത്ത നിമിഷത്തിൽ വീണ്ടും മാർക്കിനെ അറ്റാക്ക് ചെയ്തു. മാർക്ക് വീണ്ടും ആ ഗോസ്റ്റ് സോഡ് കൊണ്ട് ആഞ്ഞു വെട്ടുകയാണ്. ഇപ്രാവശ്യം മാർക്ക് ആ ഗോസ്റ്റ് സോഡ് ഉപയോഗിച്ചുള്ള അറ്റാക്കിൽ കേന്ദ്രീകരിച്ചത് ആ അഷൂർ ഡ്രാഗന്റെ സോളിനെയാണ്. ആ ഗോസ്റ്റ് വേൾഡിനകത്ത് മാർക്ക് പഠിച്ചെടുത്തതും അതാണ്. അവിടെ അറ്റാക്ക് എല്ലാം നടക്കുന്നത് സോളുകൾക്ക് നേരെയാണ്. ഒരു വ്യക്തിയുടെ ബോഡിക്ക് പകരം ആ വ്യക്തിയുടെ ആത്മാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുക. അതാണ് ഗോസ്റ്റ് സോഡിലെ ആക്രമണങ്ങളുടെ പ്രത്യേകത. ആ ആക്രമണത്തിന്റെ സാധ്യത മനസ്സിലാക്കിയ മാർക്ക് ഫില്ലർ ആ ഗോസ്റ്റ് സോഡിലെ രണ്ടാമത്തെ വെട്ടിൽ ശരിക്കും സോൾ അറ്റാക്കാണ് നടത്തിയത്. അതിശക്തമായ മാർക്കിന്റെ ആ സോൾ പ്രകാശം ആ അഷൂർ ഡ്രാഗൻ നേരെ പാഞ്ഞു വരുമ്പോൾ അഷൂർ ഡ്രാഗൻ ഒന്ന് അലറി. അടുത്ത നിമിഷത്തിൽ ആ അഷൂർ ഡ്രാഗൻ കൈകളൊന്ന് ഉയർത്തിയതും വലിയൊരു മുറം പോലെ ഒരു പ്രൊട്ടക്ഷൻ ആ അഷൂർ ഡ്രാഗന് മുന്നിൽ നിമിഷ നേരം കൊണ്ടാണ് ഉണ്ടായി വന്നത്. മാർക്ക് ഫില്ലറുടെ ആ സോഡ് അറ്റാക്ക് അവിടെ പൊളിയുകയാണ്. തൻ്റെ കപ്പാസിറ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ഡീമനുമായിട്ടാണ് താൻ ഏറ്റുമുട്ടുന്നുള്ള കാര്യം മാർക്കിന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സർവ്വപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് ഫില്ലർ ആകാശത്തേക്ക് ചാടി ഉയർന്ന് വീണ്ടും ആ ഗോസ്റ്റ് സോഡ് കൊണ്ട് ഒറ്റവെട്ട്. ഗോഡ് സ്ലേയിങ് ഡസ്ക് എന്ന മാർക്കിന്റെ ആ മൂന്നാമത്തെ അറ്റാക്ക് മാർക്കിനെ കൊണ്ട് പറ്റാവുന്ന മാക്സിമമാണ്. ശരിക്കും ആ അറ്റാക്കിന് പീക്ക് ലെവൽ 4th ട്രിബുലേഷൻ സ്റ്റേജിലെ ഒരു യോദ്ധാവിനെ നിഷ്പ്രഭനാക്കാൻ പറ്റും. അത്ര ശക്തമാണ് ആ അറ്റാക്കിന്റെ കപ്പാസിറ്റി. അവിടെ മാർക്ക് ഉപയോഗിക്കുന്നത് ടൺ കണക്കിന് സോളുകളുടെ കപ്പാസിറ്റിയാണ്. ആത്മാക്കളാണ് യഥാർത്ഥത്തിൽ ആക്രമണത്തിന് മുന്നിലുണ്ടാകുക. മുന്നണി പോരാളികളായി ചുറ്റുമുള്ള മുഴുവൻ ആത്മാക്കളെയും മാർക്ക് അവിടേക്ക് വലിച്ചെടുത്ത് ആ ആത്മാക്കൾ ഉപയോഗിച്ച് ആ അഷൂർ ഡ്രാഗന്റെ സോഡിനെ ലക്ഷ്യമിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അഷൂർ ഡ്രാഗൻ ഒന്നുകൂടി അലറി. അഷൂർ ഡ്രാഗൻ ശരിക്കും ആകാശത്തേക്ക് കുതിച്ചുയരുകയായിരുന്നു. മാർക്കിന്റെ ആ അറ്റാക്കിനെ നിഷ്പ്രയാസം മറികടന്ന അഷൂർ ഡ്രാഗൻ ആകാശത്തേക്ക് കുതിച്ചിട്ട് ആകാശത്തു നിന്ന് താഴേക്ക് ഒരൊറ്റ അലർച്ച. അങ്ങനെ അലറുമ്പോൾ ആ അഷൂർ ഡ്രാഗന്റെ വായിലൂടെ ചുവന്ന ഫ്ലെയിം മാർക്കിനെതിരെ പാഞ്ഞു വന്നു. അത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. ആകാശത്തു നിന്ന് ആ ഫ്ലെയിം ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടതും സെയിന്റസ്കൂ മാർക്കിന്റെ മുന്നിലേക്ക് ഓടിക്കയറിയതും ഒരേ നിമിഷത്തിലാണ്. ആ ഫ്ലെയിമിന് മുന്നിലേക്ക് ഓടിക്കേറിയ സെയിന്റസ്കൂവിന്റെ
വലത് കൈയിലെ ചൂണ്ടുവിരൽ ആ നിമിഷത്തിൽ ആ ഫ്ലെയിമിന് നേരെ ചൂണ്ടിയിരിക്കുകയാണ്. ആ ചൂണ്ടുവിരലിന്റെ അറ്റത്തു നിന്ന് അമ്പരപ്പിക്കുന്ന വേഗതയിൽ വെള്ളത്തുള്ളികൾ സ്പ്രെഡാകുന്ന ഒരു അവിശ്വസനീയമായ കാഴ്ച തൊട്ട് പിന്നിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ കണ്ടു. ആ വെള്ളത്തുള്ളികൾ മാർക്കിനെതിരെ പാഞ്ഞു വരുന്ന ആ ഫ്ലെയിമിനെതിരെ ഇടിച്ചു കയറുകയാണ്. വെള്ളവും തീയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് നമുക്കതിനെ വിളിക്കാം. അതിശക്തമായി ഒരു ഫൗണ്ടനിൽ നിന്ന് വെള്ളം തീക്ക് നേരെ പമ്പ് ചെയ്യുന്ന അതേ ശരിയിൽ ആ സെയിന്റസ്കൂവിന്റെ വിരൽ തുമ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാണ്. മാർക്ക് ഈ നിമിഷത്തിൽ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അവിടെ സെയിന്റസ്കൂവിന്റെ മുന്നിൽ തറയുടെ അടിയിൽ നിന്ന് ഒരു ഫൗണ്ടൻ ഉണ്ടായിരിക്കുകയാണ്. അതിശക്തമായി തറയ്ക്കുള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങി വന്ന് ആ വെള്ളം അഷ്വർ ഡ്രാഗന്റെ തീ ജ്വാലയെ അണപ്പിക്കാനായി മുന്നോട്ട് കുതിക്കുകയാണ്. മാർക്ക് അമ്പരന്ന് ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ അഷ്വർ ഡ്രാഗന്റെ ആ അലർച്ച സൃഷ്ടിച്ച തീ ആ വെള്ളത്തിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ സെയിന്റസ്കൂവിന്റെ ആ ചൂണ്ടുവിരൽ പെട്ടെന്ന് അങ്ങ് ചാമ്പലായി. ചൂണ്ടുവിരൽ മാത്രമല്ല, ആ ചൂണ്ടിയിരുന്ന കൈയും ആ കൈക്ക് താഴോട്ടുള്ള ഭാഗങ്ങളും പെട്ടെന്നങ്ങ് വെന്തു പോവുകയാണ്. കണ്ണടച്ച് തുറക്കും മുമ്പേ സെയിന്റസ്കൂവിന്റെ ഇടുപ്പ് മുതൽ താഴോട്ടുള്ള ഭാഗം ഏതാണ്ട് കരിഞ്ഞു എന്ന് പറയാം. ആ കാഴ്ച കണ്ട ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുകയും സെയിന്റസ്കൂവിനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ഇടത്തോട്ട് മാറ്റുകയും ചെയ്തു. ഇടത്തോട്ട് മാറ്റിയ മാർക്ക് ഫെല്ലർ തൻ്റെ കയ്യിലുള്ള ആ സുമേരു റിങ്ങിന്റെ സഹായത്താൽ വൻതോതിൽ മെഡിസിനൽ എനർജി ആ നിമിഷത്തിൽ സെയിന്റസ്കൂവിന്റെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്തു. ടൺ കണക്കിന് മെഡിസിനൽ ഊർജം സ്പ്രെഡ് ചെയ്തു എന്ന് പറയാം. പക്ഷേ എന്നിട്ടും സെയിന്റസ്കൂവിന്റെ കിതപ്പ് മാറുന്നില്ല. സെയിന്റസ്കൂവിന്റെ ബോഡി പാർട്സ് പലതും വെന്തെരിഞ്ഞ് ചാമ്പലായിരിക്കുകയാണ്. സെയിന്റസ്കൂ ഒന്ന് കിതച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സോറി, ഞാൻ ഫാമിലി ഹെഡിന്റെ ചതി തിരിച്ചറിഞ്ഞില്ല. സെയിന്റസ്കൂവിനെയും മാർക്കിനെയും അവിടേക്ക് കൊണ്ടുവന്ന ആ ഫാമിലി ഹെഡ് ഗൂനിങ് യഥാർത്ഥത്തിൽ അവർ രണ്ടിനെയും ചതിക്കുകയായിരുന്നു എന്നുള്ള വാസ്തവം സെയിന്റസ്കൂ എങ്ങനെ ഇതാ മനസ്സിലാക്കിയിരിക്കുകയാണ്. സെയിന്റസ്കൂ അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ സെയിന്റസ്കൂവിനോട് പറഞ്ഞു, ഏയ് സെയിന്റസ്, മിണ്ടാതിരിക്കേ, അതല്ല കാര്യം, നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ സെയിന്റസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ആ യുദ്ധക്കളത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചോദ്യമാണ് സെയിന്റസ്കൂ മാർക്കിനോട് ചോദിച്ചത്. മാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ സെയിന്റസ്കൂവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ സെയിന്റസ്കൂ തല ഒന്ന് ഉയർത്തി മാർക്കിന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു. മാർക്കിന്റെ കവിളിൽ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞ ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാര്യം കൂടി തിരിച്ചറിയുകയാണ്. താൻ കെട്ടിപ്പിടിച്ചിരുന്ന സെയിന്റസ്കൂ വെറും ചാമ്പലായി താഴേക്ക് വീഴുന്നു എന്ന കാര്യം. സെയിന്റസ്കൂ മാർക്കിന്റെ മുന്നിൽ കരിഞ്ഞ് പൊടിയായി താഴേക്ക് അങ്ങ് വീണു. മാർക്കിന് ആ ഹോളി റീജിയനിൽ 100% വിശ്വസിക്കാൻ കഴിയുന്ന ഏക വ്യക്തി ശരിക്കും സെയിന്റസ്കൂ ആയിരുന്നു. എല്ലാ സാഹചര്യത്തിലും സെയിന്റസ്കൂ മാർക്കിന് ഒപ്പമേ നിന്നിട്ടുള്ളൂ. മാർക്ക് ഈ പ്രപഞ്ചത്തിലെ അതിശക്തനായി മാറും എന്നൊരു പ്രതീക്ഷ എല്ലായ്പ്പോഴും സെയിന്റസ്കൂവിനുണ്ടായിരുന്നു. ആ മാർക്ക് ഫെല്ലർ ആ അഷ്വർ ഡ്രാഗന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ച് അറിഞ്ഞ അതേ നിമിഷത്തിൽ അവളുടെ ആ സ്വപ്നം അത് നടപ്പിലാക്കാൻ വേണ്ടി അവളെ തന്നെ ബലിയർപ്പിക്കുകയായിരുന്നു. മാർക്കിന് ശരിക്കും വല്ലാത്തൊരു നഷ്ടബോധം ഫീൽ ചെയ്യുകയാണ്. ഈ കാഴ്ചയ്ക്ക് മറ്റാൾ കൂടി സാക്ഷിയാണ്. ആ സമയത്ത് അവിടേക്ക് പാഞ്ഞെത്തിയ സാക്ഷാൽ ടെങ് സിന്നർ ഈ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറും അഷ്വർ ഡ്രാഗനും തമ്മിലുള്ള ആ ഫൈറ്റിൽ സെയിന്റസ്കൂ കൊല്ലപ്പെടുന്നത് കൃത്യമായിട്ടും സിന്നർ കണ്ടു. സിന്നർ അവിടെ എത്തിയതും ആ അമ്പലത്തിന്റെ മുകളിൽ ആകാശത്ത് ചമ്രമണിച്ചിരിക്കുന്ന ഇമോർട്ടൽ ക്രെയിൻ ശ്രീറാമിനെ ഒന്ന് നോക്കി. ശ്രീറാമിന് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. മാർക്ക് ഫെല്ലറും അഷ്വർ ഡ്രാഗനും തമ്മിലുള്ള ആ ഫൈറ്റ് കൗതുകത്തോടെ കാണുകയായിരുന്നു ഇമോർട്ടൽ ക്രെയിനും ശ്രീറാമും. ശ്രീറാമിനെയും ഇമോർട്ടൽ ക്രെയിനെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് സെയിന്റസ്കൂ മാർക്കിന്റെ ഇടയിലേക്ക് കയറി അഷ്വർ ഡ്രാഗന്റെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇമോർട്ടൽ ക്രെയിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ശ്രീറാം ആ നിമിഷത്തിൽ മുന്നോട്ട് കുതിച്ചു. അയാൾ മുന്നോട്ട് കുതിച്ചെത്തിയത് സാക്ഷാൽ ടെങ് സിന്നറുടെ മുന്നിലേക്കാണ്. ടെങ് സിന്നറുടെ മുന്നിലേക്ക് എത്തിയ ശ്രീറാം ടെങ് സിന്നറുടെ മുന്നിൽ അങ്ങനെ നിന്നതും
ടെങ് സിന്നർ ശ്രീറാമിനോട് പറഞ്ഞു, ഏയ് ശ്രീറാം, ഈ പ്രാവശ്യം നീയുമായി ഒരു ഫൈറ്റ് അല്ല എൻ്റെ ലക്ഷ്യം. മാർക്ക് ഫെല്ലറെ നിരീക്ഷിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ടെങ് സിന്നർ. ടെങ് സിന്നറെ അമ്പരപ്പിച്ചുകൊണ്ട്, ടെങ് സിന്നറുടെ നിരീക്ഷണത്തിനെ മറികടന്നുകൊണ്ട് മാർക്ക് ഡീമൺ റേസുകാർക്കൊപ്പം ജോയിൻ ചെയ്യാനായി ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോയി എന്ന് മനസ്സിലായപ്പോഴാണ് അവൻ അതിവേഗം മാർക്കിനെ ഫോളോ ചെയ്ത് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലെത്തിയത്. മാർക്ക് ഡീമൺ റേസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണെന്നുള്ള ധാരണയിൽ അവിടേക്ക് എത്തിയ ടെങ് സിന്നർ കാണുന്നത് അശ്വർ ഡ്രാഗനും മാർക്കും തമ്മിലുള്ള ഫൈറ്റാണ്. അത് കണ്ട് അയാൾ ഒന്ന് തമ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ സെയ്ൻസ്കൂ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ടെങ് സിന്നറും ശ്രീറാമും തമ്മിൽ ഇതിനു മുമ്പ് പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് ശ്രീറാം ഹ്യൂമൻ റേസിൻ്റെ ഭാഗമാണ്, മനുഷ്യവംശത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യവംശത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ടെങ് സിന്നറും ശ്രീറാമും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഏതാണ്ട് കട്ടക്കട്ടയ്ക്ക് നിൽക്കും. ഇപ്പോൾ ശ്രീറാം ഡീമൺ റേസിൻ്റെ ഭാഗമാണ്. ആ ശ്രീറാമിനോട് ഏറ്റുമുട്ടാൻ തൽക്കാലം താല്പര്യമില്ല എന്ന് സിന്നർ പറഞ്ഞതും ശ്രീറാം കൈ നിവർത്തി ഒരൊറ്റ ഇടിയിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ശ്രീറാമിന് അതിശക്തമായ ആ പഞ്ച് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ടെങ് സിന്നർ അതേ ശക്തിയിൽ ആ പഞ്ചിനെ എതിരിട്ടു. രണ്ട് തുല്യ ശക്തരുടെ അതിശക്തമായ യുദ്ധം അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ടെങ് സിന്നറും ശ്രീറാമും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവിടെ സെയ്ൻസ്കൂ മരിച്ചു വീണ ഭാഗത്ത് നിശ്ചലനായി നിൽക്കുകയാണ് മാർക്ക് ഫെല്ലർ. ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാഴ്ച കൂടി കാണുകയാണ്. തന്നെ അറ്റാക്ക് ചെയ്ത ആ കൂറ്റൻ ഡ്രാഗൺ സാവധാനം താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ഹാർട്ട് ഓഫ് ഓഷ്യൻ ടെക്നിക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് സെയ്ൻസ്കൂ ആ വിരൽ തുമ്പിലൂടെ ആ ഡ്രാഗണെ അറ്റാക്ക് ചെയ്തത്. ആ വിരൽ തുമ്പിലൂടെ പാഞ്ഞു പോയത് വെള്ളം മാത്രമല്ല, അതിനകത്ത് ഒരു പോയിസൺ ഉണ്ട്. ആ പോയിസൺ ശരിക്കും ഗൂനിങ്ങിൻ്റെ കണ്ടെത്തലാണ്. ഗൂനിങ് എന്ന ആ ഫാമിലി ഹെഡ് എത്രയോ കാലങ്ങളുടെ ശ്രമഫലമായി ഡെവലപ്പ് ചെയ്തെടുത്ത ആ പോയിസന്റെ ഒരംശം സ്വന്തം പ്രയത്നത്താൽ നേടിയെടുത്ത സെയ്ൻസ്കൂ അവസാന നിമിഷം ആ പോയിസൺ ആ അശ്വർ ഡ്രാഗന്റെ പുറത്തേക്ക് ഇടിച്ച് കയറ്റിയായിരുന്നു. ആ വെള്ളത്തിലൂടെ, ആ തീജ്വാലകൾക്കിടയിലൂടെ ആ പോയിസൺ കൃത്യമായും ആ ഡ്രാഗന്റെ പുറത്ത് സ്പർശിക്കുക തന്നെ ചെയ്തു. ആ പോയിസണ് വല്ലാത്തൊരു ഇഫക്റ്റ്. ആ ഇഫക്റ്റ് മാർക്ക് തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാണ്. ആ ഡ്രാഗന്റെ ശൽക്കങ്ങൾ ഒന്നൊന്നായി ഇളകി താഴേക്ക് വീഴുകയാണ്. അശ്വർ ഡ്രാഗൺ അതിശക്തനാണ്. എത്ര ശക്തമായ പോയിസൺ ആ ഡീമന്റെ പുറത്ത് കയറിയാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അതിനുണ്ട്. എന്നിട്ടും തുരുതുര ശൽക്കങ്ങൾ ഇളകി വീഴുമ്പോൾ ആ ഡ്രാഗണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ആ ഡ്രാഗൺ പെട്ടെന്ന് താഴേക്ക് വീണു. ഈ കാഴ്ച കണ്ട വെർമീലിയൻ ബേർഡ് മാർക്കിനെതിരെ കുതിച്ചു. മാർക്കിന് അവിടെ ആലോചിക്കാനുള്ള സമയമില്ല. തനിക്കെതിരെ കുതിച്ചു വരുന്ന വെർമീലിയൻ ബേർഡിന്റെ ആക്രമണത്തെ അതേ ശക്തിയിൽ മാർക്ക് തിരിച്ചെതിരിട്ടു. മാർക്കിന്റെ അതിശക്തമായ പഞ്ചും അതുപോലെ തന്നെ അതിശക്തമായ സോഡ് അറ്റാക്കും വെർമീലിയൻ ബേർഡിനും വൈറ്റ് ടൈഗർക്കും ബ്ലാക്ക് ടോർട്ടോയ്സിനും നേരെ തുരുതുര ഉണ്ടാവുകയാണ്. അശ്വർ ഡ്രാഗനെ പോലെ ശക്തനാണ് ബ്ലാക്ക് ടോർട്ടോയ്സും വൈറ്റ് ടൈഗറും അതുപോലെ വെർമീലിയൻ ബേർഡും. വെർമീലിയൻ ബേർഡിന്റെ രൂപം ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീയുടെ രൂപമാവും, ഇടയ്ക്കിടയ്ക്ക് പക്ഷിയുടെ രൂപമാവും. അതേ ശൈലി തന്നെയാണ് വൈറ്റ് ടൈഗറും ബ്ലാക്ക് ടോർട്ടോയ്സും ഒക്കെ. അവരൊക്കെ ഡീമനുകളാണ്. ബ്ലാക്ക് ടോർട്ടോയ്സ് ഒരു കൂറ്റൻ ആമയാണ്. ശരിക്കും അത് മുന്നോട്ട് പാഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഏത് ഭാഗത്ത് അറ്റാക്ക് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവും. മാർക്ക് ഫെല്ലർ ഈ സമയത്തൊക്കെ തൻ്റെ ആ സോഡ് പവറാണ് ഉപയോഗിക്കുന്നത്. മാർക്ക് ഫെല്ലറും ആ ജീവികൾ നമ്മൾ അറ്റാക്ക് നടക്കുമ്പോൾ വെർമീലിയൻ ബേർഡിന് വല്ലാത്തൊരു അതിശയം. 9th ലെവൽ പറഗേറ്ററിയിൽ വെച്ച് ഇതേ മാർക്കുമായിട്ട് അന്ന് ആ വെർമീലിയൻ ബേർഡ് ഏറ്റുമുട്ടിയപ്പോൾ മാർക്കിന് ഒരു ചെറിയ മുറിവ് മാത്രമാണ് വെർമീലിയൻ ബേർഡിൽ ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കഥ. മാർക്കിൻ്റെ കഴിവ് വൻതോതിൽ വളർന്നിരിക്കുകയാണ്. അത് ആ വെർമീലിയൻ ബേർഡിനെ തെല്ലുന്നില്ല അമ്പരപ്പിച്ചത്. വെർമീലിയൻ ബേർഡും ആ വൈറ്റ് ടൈഗറും ബ്ലാക്ക് ടോർട്ടോയ്സും ഒരു ഭാഗത്തും മറുഭാഗത്ത് മാർക്കുമായിട്ടുള്ള ആ ഫൈറ്റ് അങ്ങനെ നടക്കുമ്പോൾ ആകാശത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ ഇമോർട്ടൽ ക്രൈൻ. ഇമോർട്ടൽ ക്രൈൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. മാർക്കിൻ്റെ ആ യുദ്ധം കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് ഇമോർട്ടൽ ക്രൈൻ. അതേ സമയത്ത് തന്നെ
ഇമോട്ടക്രൈൻ്റെ ഒരു കണ്ണ് ശ്രീറാമും ടെങ്സിനും തമ്മിലുള്ള യുദ്ധത്തിലുമുണ്ട്. ശ്രീറാമും ടെങ്സിനും തമ്മിലുള്ള ആ യുദ്ധം സമാനതകളില്ലാത്ത ഒരു ഫൈറ്റാണെന്ന് പറയാം. രണ്ട് തുല്യ ശക്തരുടെ അതിശക്തമായ ഫൈറ്റാണ് നടക്കുന്നത്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഫിസിക്കൽ പവർ ആണെങ്കിലും അവരുടെ ഇന്റർണൽ സ്ട്രെങ്ത് വെച്ചുള്ള പവർ ആണെങ്കിലും തുല്യമാണെന്ന് പറയാം. അതിശക്തമായ ഫൈറ്റ് അവിടെ അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇമോട്ടക്രൈൻ്റെ മുഖമൊന്ന് കറുത്തു. ഇമോട്ടക്രൈൻ അമ്പരപ്പോടെ താഴേക്ക് നോക്കുമ്പോൾ താഴെ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് കത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഇമോട്ടക്രൈന് മനസ്സിലാക്കും മുമ്പ് ഒരു പുക സകല സ്ഥലത്തേക്കും വ്യാപിച്ചു തുടങ്ങി. അവിശ്വസനീയമായ വേഗതയിൽ തീയും പുകയും എല്ലാ ഭാഗത്തേക്കും അങ്ങ് പരക്കുകയാണ്. തീയും പുകയും ഒന്നും ഡീമൺ റേസുകൾക്ക് ഒരു വിഷയമേ അല്ല. പക്ഷേ ഇപ്പോൾ ആ തീയും പുകയും ഏതെങ്കിലും ഡീമനുകളുടെ പുറത്ത് തട്ടപ്പോൾ അവർ ആ നിമിഷം അവസാനിക്കുകയാണ്. ആ കാഴ്ച ആകാശത്ത് നിന്ന് ഇമോട്ടക്രൈൻ കൃത്യമായി കാണുന്നുണ്ട്. എന്താ ഇപ്പോൾ സംഭവിച്ചത്? ആ ഒരു ചോദ്യം ഇമോട്ടക്രൈൻ്റെ മനസ്സിൽ കടന്നു വരുമ്പോൾ സകല മേഖലയിലേക്കും ആ തീയും പുകയും വ്യാപിക്കുകയാണ്. തീയും പുകയും അന്തരീക്ഷത്തിലൂടെ വ്യാപിക്കുമ്പോൾ ഇമോട്ടക്രൈൻ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ആ വനത്തിലെ തറയിലൂടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച. ഏതോ ഡാം അപ്രതീക്ഷിതമായി പൊട്ടി വെള്ളം ഒലിച്ചു വരുന്ന പോലെ എല്ലാ മേഖലയിലേക്കും വെള്ളം ഇങ്ങനെ ഒലിച്ചു വരികയാണ്. തറയിൽ വെള്ളവും അന്തരീക്ഷത്തിൽ പുകയും അതിനു മുകളിൽ തീയുമായി ആ കാടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരു അറ്റാക്ക് നടക്കുകയാണ്. ഒരു കൺട്രോൾഡ് അറ്റാക്കാണ് നടക്കുന്നത്. ആ കാര്യം ഇമോട്ടക്രൈന് ഇപ്പോൾ വ്യക്തമാണ്. ആരാ ആ ശൈലിയിൽ കൺട്രോൾഡ് അറ്റാക്ക് നടത്തുന്നത്? ആ ചോദ്യം ഇമോട്ടക്രൈൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ഡീമനുകൾ അവസാനിച്ചു കഴിഞ്ഞു. അഷ്വർ ഡ്രാഗനും ബ്ലാക്ക് ടോർട്ടോയ്സും വൈറ്റ് ടൈഗറും വെർമിലിയൻ ബേർഡും പോലുള്ള അതിശക്തരായ ഡീമനുകൾ ഒഴികെയുള്ള ഒട്ടുമുക്കാൽ ഡീമനുകളും പെട്ടെന്ന് പടർന്ന് പന്തലിച്ച ആ കാട്ടുതീയിലും ആ പുകയിലും ആ വെള്ളപ്പൊക്കത്തിലും ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയാം. ശരിക്കും വിശ്വസിക്കാനാവാത്ത ശൈലിയിൽ ആ കാടിനകത്തൂടി ഒരു കൊടുങ്കാറ്റ് പോലെ ആ തീയും പുകയും അതുപോലെ വെള്ളവും പാഞ്ഞു നടക്കുകയാണ്. ആ വെള്ളത്തിൽ സ്പർശിക്കുന്ന എല്ലാം അവിടെ അവസാനിക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഈ നിമിഷത്തിൽ ഇമോട്ടക്രൈൻ തിരിച്ചറിഞ്ഞു. ശരിക്കും വിഷമാണ് ആ വെള്ളത്തിൻ്റെ രൂപത്തിൽ അവിടേക്ക് പടർന്നു കയറുന്നത്. മാർക്ക് ഫെല്ലറും ആ കാഴ്ച കണ്ടു. മാർക്ക് നിൽക്കുന്ന ഭാഗത്തുനിന്ന് വലതു ഭാഗത്തേക്കാണ് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാർക്ക് നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗത്താണ് ശ്രീറാമും ആ സിന്നറും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. ഇതിന് ഏകദേശം മുകളിലായിട്ട് സാക്ഷാൽ ഇമോട്ടക്രൈനുമുണ്ട്. മാർക്കിന് വിശ്വസിക്കാനാവാത്ത കാഴ്ചയാണ് മാർക്ക് കണ്ടത്. പെട്ടെന്നാണ് ഇമോട്ടക്രൈൻ താഴേക്ക് പാഞ്ഞു വരുന്നത്. മാർക്ക് ഫെല്ലർ ഇമോട്ടക്രൈൻ താഴേക്ക് പാഞ്ഞു വരുന്ന ആ കാഴ്ച കണ്ട അതേ നിമിഷത്തിൽ ഇമോട്ടക്രൈൻ്റെ അതിശക്തമായ ഒരു പഞ്ച് ഒരു പ്രത്യേക ദിശ ലക്ഷ്യമാക്കി നീങ്ങുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. ആ പഞ്ചിന്റെ ശക്തി താഴെ നിൽക്കുന്ന മാർക്കിന് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിനെ അല്ല പഞ്ച് ലക്ഷ്യമിടുന്നത്. ആ പഞ്ചിന്റെ ലക്ഷ്യം മറ്റൊരു പോയിന്റാണ്. ആ പോയിന്റിലേക്ക് ആ പഞ്ച് വന്ന് ഇടിച്ചതും അവിടെ ഒരു വൻ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ മാർക്ക് ആ കാഴ്ച കണ്ടു. സാക്ഷാൽ ഗൂനിങ് തെറിക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ഗൂനിങ്ങിന്റെ ബോഡി പാർട്സുകൾ പലതും ആ പഞ്ചിൽ തെറിച്ചിട്ടുണ്ട്. ഗൂനിങ് ശരിക്കും ആ ഹാർട്ട് ഓഫ് ഓഷ്യൻ ഉപയോഗിച്ച് ഒരു മറ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ അറ്റാക്ക് മുഴുവൻ നടത്തിയത്. ആ കണ്ട തീയും പുകയും വിഷം കലർന്ന വെള്ളവും ഒക്കെ ഗൂനിങ്ങിന്റെ സൃഷ്ടിയാണ്. വളരെ ആലോചിച്ച് ഗൂനിങ് നടത്തിയ ആ അറ്റാക്ക് മുകളിലുണ്ടായിരുന്ന ഇമോട്ടക്രൈൻ്റെ ദൃഷ്ടിയിൽ പെട്ടതും ഇമോട്ടക്രൈൻ അറ്റാക്ക് ചെയ്യായിരുന്നു. ഇമോട്ടക്രൈൻ്റെ ആ അറ്റാക്കിന്റെ പവർ അൺബിലീവബിൾ ആണ്. അമാനുഷികമായ ശക്തി എന്നൊക്കെ പറയില്ലേ, ആ ശൈലിയിലുള്ള ഒരു അറ്റാക്കാണ് ഇമോട്ടക്രൈൻ നടത്തിയത്. ഇമോട്ടക്രൈൻ്റെ ഇടിയേറ്റ് ഗൂനിങ് അങ്ങനെ ചിതറുമ്പോൾ ഇമോട്ടക്രൈൻ പെട്ടെന്ന് തിരിഞ്ഞ് ശ്രീറാമിന്റെ നേരെ നോക്കി. ശ്രീറാമിന്റെ നേരെ നോക്കിയ ഇമോട്ടക്രൈൻ ഉറക്കെ ശ്രീറാമിനെ വിളിച്ചു, ശ്രീറാം വിഡ്രോ. അങ്ങനെ ശ്രീറാമിനോട് ഇമോട്ടക്രൈൻ വിളിച്ച് പറയുമ്പോഴേക്കും അതിശക്തമായ ഒരു പ്രകാശം സാക്ഷാൽ സിന്നറുടെ തൊട്ടടുത്ത് വന്നെത്തിക്കഴിഞ്ഞു. ആ പ്രകാശം പെട്ടെന്ന് ഒരു രൂപമായി മാറി. ഹോളി റീജിയനിലെ ഏറ്റവും ശക്തനെന്ന് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്ന ആ ക്യൂൻ കുടുംബത്തിൻ്റെ ജനറൽ, സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന ആ ജനറലാണ് അവിടെ സിന്നറുടെ അടുത്തെത്തിയത്.
ഇമോർട്ടൽ ക്രെയിനും ശ്രീറാമും ഒന്നിച്ചു ചേർന്ന് സിന്നറെ അറ്റാക്ക് ചെയ്താൽ സിന്നർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ ആ നിമിഷത്തിൽ സാക്ഷാൽ ജനറൽ അവിടേക്ക് പാഞ്ഞെത്തിയതാണ്. ശരിക്കും അത് ജനറലുടെ ഒരു പ്രൊജക്ഷനാണ്, ഒരു ക്ലോണാണ്. ആ ജനറൽ അവിടെ എത്തിയതും ഇമോർട്ടൽ ക്രെയിൻ ശ്രീറാമിന്റെ തൊട്ടടുത്തെത്തി. ഇമോർട്ടൽ ക്രെയിൻ ശ്രീറാമിനോട് പറഞ്ഞു, ശ്രീറാം മാറിക്കൂ. യോദ്ധാക്കളും തമ്മിലാണ് യുദ്ധം, ക്യാപ്റ്റനും തമ്മിൽ യുദ്ധം. ഇവിടെ ഈ യുദ്ധത്തിന്റെ ജനറൽ സാക്ഷാൽ ക്യൂൻ കുടുംബത്തിന്റെ ആ അനിശ്ചിതനായ നേതാവാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ആ ആളെ നേരിടേണ്ടത് ഡീമൺ റൈസിന്റെ ജനറൽ ഇമോർട്ടൽ ക്രെയിനാണ്. ഇമോർട്ടൽ ക്രെയിൻ ആ ജനറൽക്ക് നേരെ തിരിഞ്ഞതും ജനറൽ സിന്നറോട് പറഞ്ഞു, സിന്നർ നീ മാറിക്കൂ. ശരിക്കും അതിശക്തരായ രണ്ട് യോദ്ധാക്കളുടെ ഫൈറ്റിന് ആ വനമിത സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ക്യൂൻ കുടുംബത്തിന് ആ ജനറൽ തൻ്റെ അതിശക്തമായ കൈ ഒന്ന് ഉയർത്തിയതും ഒരു വല്ലാത്ത ഫോഴ്സ് ഇമോർട്ടൽ ക്രെയിൻ നേരെ പാഞ്ഞു വന്നു. ഇമോർട്ടൽ ക്രെയിൻ ആ നിമിഷത്തിൽ തിരിച്ചും ഒന്ന് പഞ്ച് ചെയ്തു. രണ്ട് പഞ്ചുകളും അന്തരീക്ഷത്തിൽ ഒന്ന് കൂട്ടിമുട്ടി. ആ നിമിഷത്തിൽ അവിടെ ഒരു വൻ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനം ആ അന്തരീക്ഷം മുഴുവൻ അങ്ങ് വ്യാപിക്കുമ്പോൾ ഒരു നീലപ്രകാശം നേരത്തെ ക്യൂനിങ് ഇമോർട്ടൽ ക്രെയിൻ്റെ ഇടിയേറ്റ് വീണ ഭാഗത്തുനിന്ന് അതിവേഗം കറങ്ങി ആ യുദ്ധം നടക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് ഇമോർട്ടൽ ക്രെയിൻ കണ്ടു. അത് കണ്ടതും ഇമോർട്ടൽ ക്രെയിൻ ശ്രീറാമിനോട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആ നിമിഷത്തിൽ ആ നീലപ്രകാശം ശ്രീറാമിന്റെ അടുത്തേക്ക് വരാതെ സിന്നറുടെ നേരെ തിരിഞ്ഞു. സിന്നർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മുമ്പ് ആ നീലപ്രകാശം സാക്ഷാൽ ഗൂനിങ്ങായി മാറി. തന്റെ തൊട്ടു മുന്നിൽ ഗൂ കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സിന്നർ അത്ഭുതത്തോടെ ആ സ്ത്രീയെ നോക്കുന്ന ആ നിമിഷത്തിൽ ആ സ്ത്രീ കൈ ഉയർത്തി ഒരു ഒറ്റ ഇടി. തൊട്ടു മുന്നിൽ നിന്നുള്ള ആ ഇടി സിന്നർ വളരെ കൂളായി പ്രതിരോധിച്ചു. പാത്ത് ഓഫ് ഹെവൻ സെലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് സിന്നർ. ആ സിന്നർക്ക് ഇതുപോലുള്ള അറ്റാക്ക് ഒന്നും ഒരു വിഷയമേ അല്ല. പാത്ത് ഓഫ് ഹെവനുമായി ഒരു ഡയറക്റ്റ് ബന്ധം യഥാർത്ഥത്തിൽ സിന്നർക്ക് ആ സെലക്ഷൻ ലഭിച്ച അന്ന് മുതലുണ്ട്. അതുകൊണ്ടാണ് അയാൾ അതിവേഗം ട്രിബുലേഷൻ ട്രാൻസ്ഫറിംഗ് സ്റ്റേജിൽ ഈ ലെവലിൽ എത്തിച്ചേർന്നത്. ആ സിന്നറെയാണ് ഒരു ആംബുഷ് നടത്തി അവസാനിപ്പിക്കാൻ ആ ഗൂ കുടുംബത്തിന്റെ ഫാമിലി ഹെഡ് ഗൂനിങ് ശ്രമിക്കുന്നത്. ഗൂനിങ്ങിന്റെ ആ അറ്റാക്കിനെ ഒറ്റ ഇടിക്ക് സിന്നർ തകർത്തു എന്ന് പറയാം. സിന്നറുടെ ഇടിയേറ്റ് നേരത്തെ ഇമോർട്ടൽ ക്രെയിൻ ഇടിയേറ്റ് തെറിച്ച് കഷ്ണങ്ങളായതുപോലെ വീണ്ടും തെറിക്കുകയാണ്. ശരിക്കും ഒരു രണ്ടാം ജന്മത്തിലൂടെ മടങ്ങി വന്ന നിങ്ങിനെ ചെറു തരികളാക്കാൻ സിന്നറുടെ ആ ഒറ്റ ഇടി മതിയായിരുന്നു. പക്ഷെ ആ ഒറ്റ ഇടി സംഭവിച്ച അതേ നിമിഷത്തിൽ സിന്നറുടെ ദേഹത്ത് സാക്ഷാൽ ഗൂനിങ്ങിന്റെ ആ എനർജി സ്പർശിക്കുകയും ചെയ്തു. ആ എനർജി സിന്നറുടെ ബോഡിയിലേക്ക് സ്പർശിച്ച ആ നിമിഷത്തിൽ സിന്നർക്ക് എന്തോ ഒരു ഫീൽ ഉണ്ടായി. സിന്നറുടെ ബോഡിയിലേക്ക് ഇടിച്ചു കയറിയ ഗൂനിങ്ങിന്റെ ആ എനർജി സിന്നറുടെ ബോഡിക്കകത്തൂടെ കടന്ന് പെട്ടെന്ന് ഒരു നീലപ്രകാശമായി അതിവേഗം സിന്നറിൽ നിന്ന് തിരിച്ചൊരൊറ്റ കുതിപ്പ്. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ആ എൻറ്റയർ പ്രകാശവും ഒരു രൂപമായി മാറുന്നതാണ്. ആ രൂപം സാക്ഷാൽ ഗൂനിങ് തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇമോർട്ടൽ ക്രെയിനോടോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജനറൽക്കോ ഇമോർട്ടൽ ക്രെയിനോ ശ്രീറാമിനോ മനസ്സിലായിട്ടില്ല. ആ പ്രകാശം ഗൂനിങ് ആയി മാറി അത് നേരെ എത്തിയത് മാർക്കിന്റെ തൊട്ടുമുന്നിലാണ്. മാർക്കിന്റെ തൊട്ടുമുന്നിൽ ഗൂനിങ് എത്തിയതും ഗൂനിങ്ങിന്റെ ഇടത് കൈ ഒന്ന് ചലിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ഉള്ളിലേക്ക് ഒരു പ്രകാശം കയറുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഗൂനിങ്ങിന്റെ ശബ്ദം കേട്ടു. മാർക്ക്, ഞാൻ നിനക്ക് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തത് ഹാർട്ട് ഓഫ് ഓഷ്യനാണ്. എത്രയെങ്കിലും നൂറ്റാണ്ടുകൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബം പഠിച്ചെടുത്ത് വളർത്തിയെടുത്ത് അതിനൂതനമായ മാജിക് സ്പെല്ലാണ് ഹാർട്ട് ഓഫ് ഓഷ്യൻ. മാർക്ക്, സോറി, നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ ഞാൻ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. ആ ടെക്നിക്ക് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സിന്നർ ഇവിടെ വരുമായിരുന്നില്ല. മാർക്ക്, ഞാൻ മനഃപൂർവ്വമാണ് ഹാർട്ട് ഓഫ് ഓഷ്യനിൽ ഒരു ചോർച്ച ഉണ്ടാക്കിയത്. ആ ചോർച്ച ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് സിന്നർ നിന്നെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയത്. അവനെ ഇവിടെ വരുത്താൻ അതല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. ഗോ കുടുംബത്തെ ഡീമൺ റൈസുകാർ അറ്റാക്ക് ചെയ്ത ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറും ടീമും ഹ്യൂമൻ റൈസ് വാച്ചിൽ നിന്ന് അവിടെ പാഞ്ഞെത്തിയിരുന്നു. മാർക്കും ഗോ കുടുംബവുമായി ചേർന്ന് ആ ഡീമൺ റൈസുകാരെ നേരിടുന്ന സമയത്ത്
ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു സാക്ഷാൽ ടെങ് സിന്നർ. ഹോളി റീജിയനിലെ 9 അരിസ്റ്റോക്രാറ്റിക് ഗ്രേറ്റ് കുടുംബങ്ങളിൽ ഒന്നായിരുന്നല്ലോ ഗു കുടുംബം. ആ ഗു കുടുംബത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. ടെങ് സിന്നറുടെ ടെങ് കുടുംബത്തിന് ആ ഗു കുടുംബത്തെ രക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു. എന്നിട്ടും ടെങ് സിന്നർ ഒരു വിരല് പോലും അനക്കിയില്ല. അത് ഗു കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡിനുണ്ടാക്കിയ ദേഷ്യത്തിന് അതിരുകൾ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ആ സിന്നറെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് കരുതി തന്നെയാണ് അതിനെപ്പറ്റി ഒരു സാഹചര്യം സൃഷ്ടിക്കാനായി അവരൊരു പ്ലാൻ ഉണ്ടാക്കിയത്. മാർക്ക് ഫെല്ലർ ഈ ഡീമൺ റേസുകാരുള്ള ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോവുകയാണെന്ന് കണ്ടാൽ സിന്നർ ഉറപ്പായും മാർക്കിനെ ഫോളോ ചെയ്ത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലെത്തും. അവിടെ സിന്നറെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും ഉണ്ടാകില്ല. അതായിരുന്നു ഗൂനിങ്ങിന്റെ കാൽക്കുലേഷൻ. ഗൂനിങ് കാൽക്കുലേറ്റ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ആ ക്യൂൻ കുടുംബത്തിൻ്റെ ജനറൽ അവിടേക്ക് പാഞ്ഞെത്തിയത്. അതുകൊണ്ട് മാത്രമാണ് അവർ ഉദ്ദേശിച്ച ശൈലിയിലുള്ള ഒരു അറ്റാക്ക് സിന്നറുടെ മുകളിൽ നടത്താൻ പറ്റാത്തത്. അവരും ശ്രീറാമും എമോട്ട ക്രൈനും ചേർന്ന് ആ സിന്നറെ നേരിട്ടാൽ സിന്നർ അവസാനിച്ചേനെ. ഡീമൺ റൈസുകാർ ഹ്യൂമൻ റൈസുമായി യുദ്ധത്തിലാണ്. അതിൽ അവർക്ക് പരാതിയൊന്നുമില്ല. തിരിച്ചും അവരും ഡീമൺ റൈസുകാരെ അറ്റാക്ക് ചെയ്യാറുണ്ട്. പക്ഷെ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരാളുണ്ടല്ലോ, അത് മാത്രം സഹിക്കാൻ പറ്റില്ല. ചതിയാണ് സിന്നർ കാണിച്ചത്. അതുകൊണ്ട് സിന്നറെ അവസാനിപ്പിച്ചേ പറ്റൂ. ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് ശരിക്കും ഈ ഒരു ഗെയിമൊക്കെ അവിടെ ആ ഗൂനിങ് നടത്തിയത്. ഗൂനിങ് പറഞ്ഞത് കേട്ടതും മാർക്ക് ഗൂനിങ്ങിനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ കാണിച്ചത്? സെയിന്റ് സ്കൂവിന് നിങ്ങൾ എന്തിനാ ബലി കൊടുത്തത്? മാർക്ക്, ശരിക്കും ഞാൻ ഈ ഹാർട്ട് ഓഫ് ഓഷ്യൻ സെയിന്റ് സ്കൂവിന് കൊടുക്കാനായിട്ടാണ് കരുതിയത്. പക്ഷെ അവളുടെ ജീവൻ നിനക്ക് സമർപ്പിച്ചപ്പോൾ ഞാൻ എല്ലാം നിന്നിലേക്ക് അർപ്പിക്കുകയാണ്. മാർക്ക്, ചതി അത് മാത്രം ആരും ചെയ്യരുത്. അങ്ങനെ ആ ഗൂനിങ് പറയുമ്പോഴേക്കും അവരുടെ എൻറ്റയർ ശക്തിയും മാർക്കിനുള്ളിലേക്ക് അങ്ങ് ലയിച്ച് ചേർത്ത് കഴിഞ്ഞു. അവസാന നിമിഷത്തിൽ ആ ഗൂനിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഈ നിമിഷത്തിൽ ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ ഉള്ളിലേക്ക് ഗൂനിങ് ലയിക്കുമ്പോഴേക്കും മാർക്ക് നിന്ന ആ പ്രദേശത്തിന് ചുറ്റുമായി അതിശക്തമായ തീ അങ്ങ് പടർന്നു തുടങ്ങി. തീയും പുകയും സൃഷ്ടിച്ചുകൊണ്ട് ഗൂനിങ് ഏതാണ്ട് അവിടെ അവസാനിക്കുകയാണെന്ന് പറയാം. മാർക്കിന് ഗൂനിങ്ങിന്റെ ഉദ്ദേശം മനസ്സിലായി. മാർക്ക് ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അതിവേഗം ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഒറ്റ കുതിച്ചു പാഞ്ഞു പോകുന്ന മാർക്ക് ഫെല്ലറെ ഇടം കണ്ണിലൂടെ എമോട്ട ക്രൈൻ കണ്ടു. എമോട്ട ക്രൈൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എമോട്ട ക്രൈൻ ശ്രീറാമിനോട് പറഞ്ഞു, ശ്രീറാം, അങ്ങനെ ഹോളി റീജിയനിലെ ആ ടെങ് സിന്നറുടെ ശക്തി അവസാനിക്കുകയാണ്. അത് കേട്ടതും ടെങ് സിന്നർ പറഞ്ഞു, ഏയ് എമോട്ട ക്രൈൻ, എൻ്റെ ശക്തിയുടെ 10-1 മാത്രമാണ് എനിക്ക് നഷ്ടമായത്. അത് ഒരു വിഷയമല്ല. അങ്ങനെ ടെങ് സിന്നർ പറഞ്ഞതും ആ ജനറൽ എമോട്ട ക്രൈനെയും ശ്രീറാമിനെയും ഒന്ന് നോക്കിയിട്ട് അതിവേഗം സിന്നറുമായി പുറത്തേക്ക് കുതിച്ചു. അവരുടെ ലക്ഷ്യം ഹോളി റീജിയനാണ്. മാർക്ക് ഫെല്ലർ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുമ്പോൾ എമിലി ബ്ലാക്കിന്റെ ടെലിപ്പതിക് മെസ്സേജ് മാർക്കിന് കിട്ടി. മാർക്ക് കാടിന്റെ പുറത്ത് എത്താറായപ്പോൾ എമിലിയും അവിടെ എത്തി. അവർ രണ്ടുപേരും അതിവേഗം അവിടെ നിന്ന് ഹുനാൻ മൗണ്ടനിൽ മടങ്ങിയെത്തി. അവിടെ എത്തി ഡീൻലിയോടും കൂട്ടോടും കാര്യം പറഞ്ഞപ്പോൾ സകലരും അമ്പരന്ന് പോവുകയാണ്. ഗു കുടുംബത്തിന്റെ അതിശക്തരായ 2 യോദ്ധാക്കളായിരുന്നു ഫാമിലി ഹെഡ് ഗൂനിങ്ങും പിന്നെ സെയിന്റ് സ്കൂവും. സെയിന്റ് സ്കൂവിന്റെ മരണം ചാങ് മാങ്ങിനെയും എമിലി ബ്ലാക്കിനെയും വളരെ അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാം. സെയിന്റ് സ്കൂ എല്ലായ്പ്പോഴും അവർക്കൊപ്പം നിന്ന ആളാണ്. എമിലിയുടെ ഒരു സുഹൃത്തായിരുന്നു സെയിന്റ് സ്കൂ. ആ സെയിന്റ് സ്കൂ മാർക്കിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചു എന്ന യാഥാർത്ഥ്യം സകലർക്കും ഇപ്പോൾ മനസ്സിലാവുകയാണ്. വേണമെങ്കിൽ സെയിന്റ് സ്കൂവിന് മാർക്കിനെ അറ്റാക്ക് ചെയ്ത ആ അഷോ ഡ്രാഗനെ അറ്റാക്ക് ചെയ്ത് മാറിക്കളയാമായിരുന്നു. സെയിന്റ് സ്കൂവിനെ ഉറപ്പായും അവളുടെ ഫാമിലി ഹെഡ് ഗൂനിങ് രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ആ യാഥാർത്ഥ്യം ഇപ്പോൾ അവർ തിരിച്ചറിയുകയാണ്. പക്ഷേ ഈ നിമിഷത്തിൽ ഡീൻലി വളരെ കാര്യമായി എന്താ ആലോചിക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ചോദിച്ചു, ഡീൻലി എന്താ ആലോചിക്കുന്നത്? മാർക്ക്, നിനക്കിപ്പോൾ സിന്നറുടെ പവറിൻ്റെ ഒരു അംശം കിട്ടിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ അതൊരു നല്ല കാര്യമായി നമുക്ക് തോന്നും. പക്ഷേ ഇത് ഹോളി റീജിയൻകാർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
അവർ ചിലപ്പോൾ ശക്തമായി തിരിച്ചടിച്ചേക്കും. ടെങ് സിന്നർ ഹോളി സണ്ണാണ് ടെങ് കുടുംബത്തിൻ്റെ. അയാളാണ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. പാത്ത് ഓഫ് ഹെവൻ അയാളെയാണ് ലക്ഷക്കണക്കിന് യോദ്ധാക്കളിൽ നിന്ന് തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ഒരു പവർ അടിച്ചു മാറ്റിയ ഒരു വ്യക്തി അത് മാർക്കിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും ഹോളി റീജിയൻ ഉൾക്കൊള്ളുക? ആ ഒരു ചോദ്യം ഡീൻലി ഉന്നയിച്ചപ്പോൾ ഫ്ലവർ ഗ്രാനി ഡെയിലിയോട് പറഞ്ഞു, നോക്ക്, ഇതിൽ മാർക്കിന് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പങ്കാളിയല്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരു യുദ്ധം അനിവാര്യമാണ്. നമുക്ക് നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. ഫ്ലവർ ഗ്രാനി പറഞ്ഞ കാര്യം ജൂവിൻ്റെ ആ ഹുനാൻ മൗണ്ടനിലുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന കാര്യമാണ്. ഒരു യുദ്ധം അനിവാര്യമാണ്. ഹോളി റീജിയനും ഹ്യൂമൻ റൈസ് വാച്ചും തമ്മിൽ യുദ്ധമുണ്ടാവാം. അതുപോലെ ഡീമൺ റൈസും ഗോസ്റ്റ് റൈസും മോൺസ്റ്റർ റൈസും ഹോളി റീജിയനെയോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈസ് വാച്ചിനെയോ അറ്റാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവാം. എന്തായാലും യുദ്ധമാണ് വരാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ശക്തി അത് തന്നെ വേണം. അതുകൊണ്ട് പരമാവധി ശക്തി നേടാനുള്ള ശ്രമത്തിലേക്ക് അവിടെയുള്ള ഓരോ ആളുകളും കടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ സുമേരു റിങ്ങിനകത്ത് മാർക്ക് സൂക്ഷിച്ചിരുന്ന ഹെക്ടർ ടെങ്ങിൻ്റെ കൈ എടുത്ത് പുറത്തേക്ക് വെച്ചു. ഹെക്ടർ ടെങ്ങിൻ്റെ കൈ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്കിലൂടെ അന്ന് ഫ്ലവർ ഗ്രാനി തെറിപ്പിച്ചതാണ്. ഹെക്ടറിന് ആ കൈ എടുക്കാൻ കഴിയും മുമ്പ് മാർക്ക് ആ കൈയും എടുത്ത് ഫ്ലവർ ഗ്രാനിയും കൊണ്ട് സുമേരു റിങ്ങിലൂടെ അവിടെ നിന്ന് അന്ന് രക്ഷപ്പെട്ടതാണ്. ആ കൈ മാർക്ക് ആ ദിവസം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കിൻ്റെ ഉള്ളിൽ ഹാർട്ട് ഓഫ് ഓഷൻ ഉണ്ട്. ആ ഹാർട്ട് ഓഫ് ഓഷൻ ഇപ്പോൾ മാർക്കിൻ്റെ ബോഡിയിൽ അങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. മാർക്കിൻ്റെ ഡാൻറ്റൈൻ പോയിന്റിൽ ഇപ്പോൾ ഒരു നീല പ്രകാശം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആ നീല പ്രകാശമാണ് ശരിക്കും ഹാർട്ട് ഓഫ് ഓഷൻ്റെ കാതൽ എന്ന് പറയുന്നത്. മാർക്കിൻ്റെ ബോഡിയിൽ മാർക്കിന് ഒരുപാട് ശക്തി ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ ഹെക്ടർ ടെങ്ങിനെ ഏറ്റുമുട്ടിയപ്പോൾ ഉള്ള ശക്തിയല്ല ഇപ്പോൾ മാർക്കിന് ഫീൽ ചെയ്യുന്നത്. മാർക്കിൻ്റെ പവർ ഒരുപാട് കൂടിയതായി മാർക്കിന് മാത്രമല്ല മാർക്കിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും അറിയാം. മാർക്ക് ആ ഹെക്ടർ ടെങ്ങിൻ്റെ ആ കൈ സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് പതുക്കെ ആ കൈയിലുള്ള സെല്ലുകൾ ഒന്ന് പഠിക്കാൻ തുടങ്ങി. പൂർണ്ണമായും മോൺസ്റ്ററായും മാറിയതിന് ശേഷമാണ് ഹെക്ടറുടെ കൈ മുറിച്ചു മാറ്റപ്പെട്ടത്. ആ കൈ അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു മോൺസ്റ്റർ ആണെന്ന് പറയാം. ഇപ്പോൾ ഹെക്ടർ ടെങ് ആ മോൺസ്റ്റർ റൈസിൻ്റെ ഫോളൻ ഗോഡ്ലി കിങ് ആണ്. ഒരുപാട് ഗോഡ്ലി കിങ്മാർ മോൺസ്റ്റർ റൈസിലുണ്ട്. അതിൽ ഏറ്റവും ശക്തനായി മാറിയിരിക്കുന്നത് സാക്ഷാൽ ഹെക്ടർ ടെങ് ആണ്. ആ ഹെക്ടർ ടെങ്ങിൻ്റെ കൈയാണ് ഇപ്പോൾ മാർക്കിയുടെ മുന്നിലുള്ളത്. ആ കൈയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ള ശ്രമത്തിലേക്ക് മാർക്ക് കടക്കുമ്പോൾ അങ്ങ് അകലെ ഹോളി റീജിയനിൽ ഒരു ചർച്ച നടക്കുകയാണ്. സകല ആളുകളും അവിടെ ഉണ്ട്. ഹോളി റീജിയൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും കൈകാര്യം ചെയ്യുന്ന സകല ആളുകളും എത്തിയിരിക്കുന്നത് സ്കൈ സിറ്റിയിലാണ്. സ്കൈ സിറ്റിയിൽ ആ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ആ ക്വീൻ കുടുംബത്തിൻ്റെ ജനറൽ തന്നെയാണ്. അയാളേക്കാൾ ശക്തി കുറഞ്ഞ ആളുകളാണ് ബാക്കിയുള്ള എല്ലാ ആളുകളും. സകലരും അവിടെ ഉപവിഷ്ടരായതും ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ജിയാങ് കുടുംബത്തിൻ്റെ കാരണവരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാണ്, മാർക്ക് ഫെല്ലർ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന്. മാർക്ക് ഒരിക്കലും ഹ്യൂമൻ റൈറ്റ്സ് വിട്ടിട്ട് മറ്റൊരു വംശത്തിലേക്ക് പോകുന്നില്ല. മനുഷ്യരുടെ നിലനിൽപ്പും അവരുടെ വിജയവും അത് മാത്രമാണ് മാർക്കിൻ്റെ ഏക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മാർക്കിനെ നിരീക്ഷിക്കുന്ന നമ്മുടെ ആ ചടങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ജിയാങ് കുടുംബത്തിൻ്റെ കാരണവർക്ക് മാർക്കിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ആ സോഫ്റ്റ് കോർണർ ഒരിക്കൽ കൂടി അയാൾ വെളിവാക്കിയതാണ്. ജിയാങ് കുടുംബത്തിൻ്റെ കാരണവർ പറഞ്ഞ അതേ ശൈലിയിൽ ഒന്ന് രണ്ട് കുടുംബങ്ങൾ കൂടി അഭിപ്രായം പങ്കുവച്ചതും തണ്ടർ കോർട്ട്യാർഡിനെ പ്രതിനിധീകരിച്ച് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എമിലി ബ്ലാക്കിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരൻ എണീറ്റു. അയാൾ എല്ലാവരും നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, നിങ്ങൾ എന്ത് അവിവേകമാണ് ഈ സംസാരിച്ചുകൊണ്ട് വരുന്നത്? മാർക്ക് ഫെല്ലർ ശരിക്കും നമുക്കെതിരാണ്. അവൻ ചതിയനാണ്. അവൻ ഇപ്പോൾ തന്നെ എന്താണ് ചെയ്തത്? ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഹോളി സൺ ടെങ് സിന്നറുടെ ആ ശക്തി അവൻ അപഹരിച്ചില്ലേ? അവനിപ്പോൾ ടെങ് സിന്നറുടെ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരായി വളരുകയാണ്. അവൻ ഇനിയും വളരാൻ അനുവദിച്ചാൽ നാളെ അവൻ ഈ മനുഷ്യവംശത്തിന് മുഴുവൻ
ഒരു പ്രശ്നമായി മാറും. അവനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതാണ് നമ്മുടെ മനുഷ്യന്മാർക്ക് നല്ലത്. ആ ചെറുപ്പക്കാരൻ വളരെ കണിശമായി ആ ഡയലോഗ് പറഞ്ഞതും ഈ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന ആ ജനറൽ സിന്നർ നേരെ തിരിഞ്ഞു. സിന്നർ, നീ പറ, എന്താ വേണ്ടത്? ആ ചോദ്യം കേട്ടിട്ടും ഒരു നിമിഷം സിന്നർ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം സിന്നർ എല്ലാവരോടായി പറഞ്ഞു, എൻ്റെ സ്ട്രെങ്തിൻ്റെ 10-1 ഇപ്പോൾ അപഹരിക്കപ്പെട്ടു. അത് സത്യമാണ്. പക്ഷേ ആ അപഹരിക്കപ്പെട്ടത് പാത്ത് ഓഫ് ഹെവനും ഞാനും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. പാത്ത് ഓഫ് ഹെവൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലേ എനിക്ക് ഈ മാർക്കിനെയൊക്കെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് കരുതിയാൽ പിന്നെ ഞാൻ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് കാര്യം? എനിക്ക് എൻ്റെ സ്വന്തം ശക്തിയിൽ ആരെയും തോൽപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് മാർക്ക് എന്ന വിഷയം വിടാം. അവൻ നമുക്കൊരു ത്രട്ടായി മാറുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അവനെ അവസാനിപ്പിക്കാം. അവനൊന്നും ഒരു വിഷയമേ അല്ല. ടെൻസിന്നർ തൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കിയതും ജനറൽ എല്ലാവരോടായി പറഞ്ഞു, അതെ, സിന്നർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ടാർഗറ്റ് മാർക്ക് അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡീമൺ റൈസിനെയും ഗോസ്റ്റ് റൈസിനെയും അതുപോലെ മോൺസ്റ്റർ റൈസിനെയുമാണ്. നമ്മൾ തമ്മിലടിച്ച് നമ്മുടെ ശക്തി കുറച്ചാൽ അത് നമുക്ക് തന്നെ ദോഷമായി മാറും. പിന്നെ മാർക്കിൻ്റെ കാര്യം. മാർക്കും ഷീ കുടുംബത്തിലെ ഷൈനും തമ്മിൽ ഒരു ഫൈറ്റ് അനിവാര്യമാണ്. ഷൈൻ്റെ കൾട്ടിവേഷൻ അവസാന സ്റ്റേജിൽ എത്തിക്കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഷൈൻ ബ്രേക്ക് ത്രൂ നേടും. ഷൈൻ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ് പുറത്തു വരട്ടെ. എന്നിട്ട് നമുക്ക് ഷൈനുമായിട്ട് ആലോചിക്കാം മാർക്കിനെ എന്ത് ചെയ്യണമെന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതും അവസാനം അതൊരു ധാരണയിലായി. ശരിക്കും ഈ നിമിഷത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നത് സാക്ഷാൽ ടിയാൻഷി ബ്ലാക്കിനാണ്. ടിയാൻഷി ബ്ലാക്ക് മാർക്കിനെ വലിയ സംഭവമായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മാർക്കിനോട് ഒരു സോഫ്റ്റ് കോർണർ എങ്ങനെയോ ഈ ടിയാൻഷി ബ്ലാക്കിന് വന്നിട്ടുണ്ടായിരുന്നു. അത് എമിലിയുടെ ഹൃദയം കവർന്ന വ്യക്തി ആണെന്നത് കൊണ്ട് മാത്രമല്ല, മാർക്ക് എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം അത് ടിയാൻഷിയെ ഒന്ന് ഉലച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ ഓരോ നേട്ടവും ടിയാൻഷി ഉള്ളുകൊണ്ട് സന്തോഷിക്കാറുണ്ട്. ആ ടിയാൻഷി ശരിക്കും ഒന്ന് ആശ്വാസത്തോടെ ശ്വസിച്ചു പോയത് ആ നിമിഷത്തിലാണ്. ടിയാൻഷിയുടെ അടുത്തിരിക്കുന്ന ലീമാൻ ടിയാൻഷിയുടെ പുറത്തു തട്ടി, ഏയ് ടിയാൻഷി, സംഭവിക്കാനുള്ളതല്ലേ സംഭവിക്കത്തുള്ളൂ. ലീമാൻ വെയിറ്റ് ചെയ്യുന്നത് അയാളുടെ ആ കുടുംബത്തിലെ അതിശക്തനായി ഷൈൻ ബ്രേക്ക് ത്രൂ നടത്തി പുറത്തു വരുന്ന കാഴ്ച കാണാനാണ്. ഷൈൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ഒരു സംഭാഷണ വിഷയമേ അല്ല. ആ കാര്യം ലീമാൻ അറിയാം. അവിടെ ആ ചർച്ച അങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും ഒന്നിച്ച് കൾട്ടിവേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എമിലി ബ്ലാക്കിൻ്റെ സ്പേസ് നിയന്ത്രണ ശേഷി ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിൽ ചുറ്റുമുള്ള സ്പേസിനെ തൻ്റെ ഇഷ്ടാനുസരണം വളച്ചൊടിക്കാനും അവിടെ ആ സ്പേസിലെ വായുവിനെ ഒന്നിച്ച് പിൻവലിക്കാനുമുള്ള ഒരു ശേഷിയാണ് എമിലി ബ്ലാക്ക് നേടിയിരിക്കുന്നത്. ഫ്ലവർ ഗ്രാനി ആണെങ്കിൽ കാലത്തെ തന്നെ മാറ്റിമറിക്കുന്ന കപ്പാസിറ്റിയുള്ള ആളാണ്. വർത്തമാനകാലത്തെ ഭൂതകാലത്തിലേക്കും ഭൂതകാലത്തെ വർത്തമാനകാലത്തിലേക്കും അവിടെ നിന്ന് ഭാവി കാലത്തിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു ശേഷി ഫ്ലവർ ഗ്രാനിക്കുണ്ട്. ഏതാനും നിമിഷ നേരത്തേക്ക് ആരെയും അത് അമ്പരപ്പിക്കും. ആ ടെക്നിക്ക് ഫ്ലവർ ഗ്രാനി ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടെന്ന് മാത്രം, ഫ്ലവർ ഗ്രാനിയുടെ ആയുസിൽ അത് കുറവ് വരുത്തും. എന്തായാലും ഈ ടെക്നിക്കുകളൊക്കെ അവിടെ നിരന്തരം പ്രാക്ടീസ് തുടങ്ങി. മാർക്ക് ഫെല്ലർ ഇതിനിടയിൽ ഒരു കാര്യം ചെയ്തു. മാർക്കിൻ്റെ ബോഡിയുടെ പാർട്ട് ടൈം മാറിയിരിക്കുകയാണ് ഹാർട്ട് ഓഫ് തണ്ടർ. മാർക്ക് ഫെല്ലർ ഏകദേശം 2 ആഴ്ചയുടെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ആ ഹാർട്ട് ഓഫ് തണ്ടർ പൂർണ്ണമായും മാർക്കിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തെടുത്തു. ശരിക്കും ഹാർട്ട് ഓഫ് തണ്ടർ മാർക്കിൻ്റെ ശരീരത്തിനകത്ത് ലയിച്ച് ചേർന്നിരിക്കുകയാണ്. ആ ഹാർട്ട് ഓഫ് തണ്ടർ പുറത്തെടുക്കുമ്പോൾ ആ ഹാർട്ട് ഓഫ് തണ്ടറിൽ മാർക്കിൻ്റെ ഡിവൈൻ സെൻസ് പൂർണ്ണമായിട്ടുണ്ട്. ആ ഡിവൈൻ സെൻസിനെ അതിൽ നിന്ന് പിൻവലിക്കുക എന്ന് പറയുന്നതാണ് വലിയ ബുദ്ധിമുട്ടുള്ള കേസ്. ശരിക്കും മാർക്ക് തൻ്റെ സോൾ കട്ടിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്താണ് ആ ഹാർട്ട് ഓഫ് തണ്ടർ മാർക്കിൻ്റെ ബോഡിയിൽ നിന്ന് മാറ്റുന്നത്. കാണാൻ കഴിയാത്ത ശൈലിയിലാണ് ആ കട്ടിങ്ങും ഹാർട്ട് ഓഫ് തണ്ടറൊക്കെ ഇരിക്കുന്നെങ്കിലും
ആ പെയിൻ മാർക്ക് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ പെയിൻ പൂർണ്ണമായി അനുഭവിച്ചാണ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാർക്ക് ആ ഹാർട്ട് ഓഫ് തണ്ടർ പുറത്തെടുത്തത്. മാർക്ക് ആ ഹാർട്ട് ഓഫ് തണ്ടറുമായി ഡീൻ ലീയുടെ അടുത്തെത്തി. ഡീൻ ലീയുടെ അടുത്ത് മാർക്ക് എത്തുമ്പോൾ മാർക്കിനൊപ്പം എമിലി ബ്ലാക്ക് ഉണ്ട്. ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയ മാർക്ക് ഡീൻ ലീയുടെ കൈ എടുത്തിട്ട് ആ കൈയിലേക്ക് ആ ഹാർട്ട് ഓഫ് തണ്ടർ വെച്ചു. ശരിക്കും ഒരു പ്രകാശ ബീമാണ് മാർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചത്. മാർക്ക്, എന്താ ഇത്? ഡീൻ ലീ, ഹാർട്ട് ഓഫ് തണ്ടർ ഞാൻ അങ്ങേക്ക് മടക്കി നൽകുകയാണ്. ഹേയ് മാർക്ക്, അത് വേണ്ട. ഇമ്മോർട്ടൽ എംപറർ ലീ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്താണ് ഈ ഹാർട്ട് ഓഫ് തണ്ടർ. അത് ഞാൻ സ്വന്തമാക്കിയാൽ അത് ശരിയാകില്ല. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അദ്ദേഹത്തോട് പറഞ്ഞു, ഡീൻ ലീ, ഹാർട്ട് ഓഫ് തണ്ടർ എനിക്കിനി ഉപയോഗപ്പെടില്ല. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഹാർട്ട് ഓഫ് ഓഷ്യൻ ഉണ്ട്. ഹാർട്ട് ഓഫ് ഓഷ്യൻ എനിക്കൊരു വല്ലാത്ത പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അത് ഒരുപാട് ശക്തിയും എനിക്ക് നൽകുകയാണ്. അതിനൊപ്പം ഹാർട്ട് ഓഫ് തണ്ടർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നേക്കാൾ നല്ലത് അത് അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്നതാണ്. അങ്ങയുടെ ശക്തി വർദ്ധിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. ഹേയ് മാർക്ക്, അതങ്ങനെയല്ല. നീയാണ് ശക്തനാകേണ്ടത്. ഡീൻ ലീ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് ശക്തനായാലേ പറ്റൂ. മാർക്ക് കാണുന്ന സമയത്ത് ഡീൻ ലീ അതിശക്തനാണ്. പക്ഷെ ഡീൻ ലീ മാർക്ക് കാലക്രമേണ ഓവർടേക്ക് ചെയ്തു. ഡീൻ ലീ മാർക്കിനൊപ്പം ഓടിയെത്തേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ച മാർക്ക് ഫെല്ലർ ഡീൻ ലീക്ക് മറുപടി പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ എമിലി ബ്ലാക്കുമായി പെട്ടെന്ന് അവിടെ നിന്ന് മാറി. ശരിക്കും മാർക്ക് എമിലിയുമായി നടന്നു പോകുമ്പോൾ ഡീൻ ലീയുടെ കണ്ണുകൾ നിറഞ്ഞു എന്ന് പറയാം. ഹാർട്ട് ഓഫ് തണ്ടറിൻ്റെ വാല്യൂ മറ്റാരെക്കാളും നന്നായിട്ട് ഡീൻ ലീക്ക് അറിയാം. ഡീൻ ലീ കയ്യിലുള്ള ആ മാന്ത്രിക ആയുധം ഉപയോഗിച്ചാണ് തണ്ടറും മിന്നലൊക്കെ സൃഷ്ടിക്കുന്നത്. ഹാർട്ട് ഓഫ് തണ്ടർ ബോഡിയിലുണ്ടെങ്കിൽ മിന്നലും ഇടിയൊക്കെ സൃഷ്ടിക്കാൻ അത് മാത്രം മതി. മാർക്കിൻ്റെ ഉള്ളിലേക്ക് ആ ഇമ്മോർട്ടൽ എംപറർ ലീ ഹാൻഡ് ഓവർ ചെയ്ത ആ ഇടിയും മിന്നലും ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് മാർക്കിത സ്വമനസ്സാലെ ഡീൻ ലീക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ഒരാളും സാധാരണഗതിയിൽ അത് ചെയ്യത്തില്ല. പക്ഷെ മാർക്ക് അത് ചെയ്തിരിക്കുകയാണ്. നടന്നു പോകുന്ന എമിലി ബ്ലാക്കിൻ്റെയും മാർക്കിൻ്റെയും പുറകുവശമാണ് ഇപ്പോൾ ഡീൻ ലീക്കും അതുപോലെ ഫ്ലവർ ഗ്രാനിക്കും വിസിബിൾ ആയിട്ടുള്ളത്. അവരെ തന്നെ നോക്കിയിരിക്കുന്ന ഡീൻ ലീയുടെ കണ്ണുകൾ നിറഞ്ഞത് ഫ്ലവർ ഗ്രാനി കണ്ടു. ഗ്രാനി ഡീൻ ലീയോട് പറഞ്ഞു, ഹേയ് വിട്ടുകള, മാർക്ക് നല്ല പയ്യനാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം. എമിലി ബ്ലാക്ക് ഈ ഫ്ലവർ ഗ്രാനിയുടെ പ്രിയപ്പെട്ട ശിഷ്യയാണ്. ആ ശിഷ്യ ഡീൻ ലീയുടെ പ്രിയപ്പെട്ട ശിഷ്യനെ വിവാഹം കഴിക്കുന്നതിൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ ഫ്ലവർ ഗ്രാനി പറയുമ്പോഴും ഡീൻ ലീയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. അത് കണ്ടതും ഫ്ലവർ ഗ്രാനി ഡീൻ ലീയോട് പറഞ്ഞു, ഹേയ് തണ്ടർ കോർട്ട്യാർഡിൻ്റെ യഥാർത്ഥ അനന്തരാവകാശി നിങ്ങളല്ലേ? അപ്പം നിങ്ങൾക്ക് തന്നെയാണ് ഈ ഹാർട്ട് ഓഫ് തണ്ടർ കിട്ടേണ്ടത്. അത് മാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മടക്കി നൽകിയതല്ലേ? അവന് അങ്ങനെ തോന്നിയത് ഒരു വലിയ കാര്യമാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഫ്ലവർ ഗ്രാനി ഡീൻ ലീയുടെ മനസ്സിലുള്ള എല്ലാ സന്ദേഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡീൻ ലീക്കാണെങ്കിൽ മാർക്ക് എത്ര ശക്തനാകുന്നു അത്രയും ശക്തനാകണം, ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. കാരണം വരാൻ പോകുന്ന അപകടത്തെ ഡീൻ ലീ മുന്നിൽ കാണുകയാണ്. ഹോളി റീജിയനിൽ ഷൈൻ ഏത് നിമിഷത്തിലും ബ്രേക്ക് ത്രൂ നടത്തും. ഷൈൻ പുറത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മാർക്ക് ഷൈനേക്കാൾ ഒരു പടി പിന്നിലായാൽ മാർക്ക് അവിടെ അവസാനിക്കും. ഹെക്ടർ ടെങ് മാർക്കുമായി ഏറ്റുമുട്ടിയപ്പോൾ ഒരു അപ്പർ ഹാൻഡ് നേടിയിരുന്നെങ്കിൽ അതിൻ്റെ കാരണം മോൺസ്റ്റർ റൈസിൻ്റെ ആ പാത്ത് ഓഫ് ഹെവനിലേക്ക് ഹെക്ടർ ടെങ് കയറി നിന്നതാണ്. അല്ലെങ്കിൽ അയാളൊരു മോൺസ്റ്ററായി മാറിയതാണ്. അങ്ങനെ മോൺസ്റ്ററായി മാറുകയോ ഡീമനായി മാറുകയോ ചെയ്താൽ മാർക്കിന് ആരെക്കാളും ശക്തനാകാം. അത് ചെയ്യാതെ ഹ്യൂമൻ റൈസിൻ്റെ ഭാഗമായി മാർക്ക് നിൽക്കുമ്പോൾ മാർക്ക് ശക്തി നേടിയേ പറ്റൂ. മാർക്കിന് മുകളിൽ മറ്റൊരു മനുഷ്യൻ അത് വേണ്ട. ആ ഒരു ചിന്തയാണ് ഡീൻ ലീക്കുള്ളത്. ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ഹെക്ടർ ടെങ്ങിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്ന ഊർജവും അതുപോലെ ഈ ഹാർട്ട് ഓഫ് ഓഷ്യനിലെ ഊർജവും മാർക്ക് ഫെല്ലർ സംയോജിപ്പിച്ചു തുടങ്ങിയാണ്. ശരിക്കൊരു പവർ മാർക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. മാർക്കിൻ്റെ 6 അക്യു പോയിന്റുകളിലും വല്ലാത്ത പവറുണ്ട്. ഇപ്പോൾ
ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി മാർക്കിന് സ്വീകരിക്കാൻ പറ്റും. ആ സ്പിരിച്വൽ എനർജി ഏത് ശൈലിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. എന്നാലും മാർക്കിന് ആ 5th ലെവലിലേക്ക് ബ്രേക്ക് ത്രൂ നടത്താനായിട്ട് പറ്റുന്നുമില്ല. മാർക്കും എമിലിയും ഇപ്പോൾ 4th ലെവൽ ട്രിബുലേഷനിലാണ്. എമിലി ബ്ലാക്ക് 5th ലെവലിലേക്ക് ഏത് നിമിഷമാണെങ്കിലും കടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ്. ഈ സംഭവങ്ങളൊക്കെ അവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ ഒരു ദിവസം സകലരുടെ ശ്രദ്ധ ഹോളി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയുകയാണ്. അതിൻ്റെ കാരണം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ആ 9 ഡിവൈൻ മേഘങ്ങളാണ്. ഡ്രാഗൺ മേഘങ്ങൾ എന്ന് വിളിക്കാവുന്ന ആ 9 മേഘങ്ങൾ ഒരു കാഴ്ച വിളിച്ചു വരുത്തുകയാണ്. നേരത്തെ ആ മേഘങ്ങൾ കണ്ടത് എമിലി ബ്ലാക്ക് ട്രിബുലേഷൻ ലെവലിലേക്ക് ബ്രേക്ക് ത്രൂ ചെയ്തപ്പോഴാണ്. ഇതാ ആ 9 മേഘങ്ങൾ ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ മേഘങ്ങളുടെ ദിശ കൃത്യമായി അനലൈസ് ചെയ്ത ഡീൻലി ഉറക്കെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഷൈൻ്റെ ബ്രേക്ക് ത്രൂ നടക്കാൻ പോവുകയാണ്. ഷീ കുടുംബത്തിന്റെ മുകളിലേക്കാണ് ആ മേഘങ്ങൾ ഒത്തുകൂടുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഇതുവരെ പ്രപഞ്ചത്തിൽ ഒരു സ്ഥലത്തും ആരും കണ്ടിട്ടില്ലാത്ത ശൈലിയിലുള്ള അതിശക്തമായ മേഘങ്ങളുടെ ഒരു വൻ കൂമ്പാരം തന്നെ ആ മേഘലിലേക്ക് ഇരച്ചെത്തിയതും എമിലി ബ്ലാക്ക് ഉറക്കെ പറഞ്ഞു പോവുകയാണ്, ഞാൻ ബ്രേക്ക് ത്രൂ നടത്തിയ സമയത്ത് വന്നതിനേക്കാൾ മേഘങ്ങൾ ഇപ്പോൾ ആ ഷൈൻ്റെ ബ്രേക്ക് ത്രൂമായി ബന്ധിപ്പിച്ചെത്തിയിരിക്കുകയാണ്. ഡിവൈൻ മേഘങ്ങളാണ് ആകാശത്ത് നിറയുന്നത്. ഈ മേഘങ്ങളുടെ വരവ് ഹോളി റീജിയനിൽ മാത്രമല്ല സകല സ്ഥലത്തും ദൃശ്യമാണ്. ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് ഇമോട്ടർ ക്രെയിനും അതുപോലെ ശ്രീറാമും ഒക്കെ അത് കണ്ടു. ഇമോട്ടർ ക്രെയിൻ ശ്രീറാമോട് പറയുകയും ചെയ്തു, ഏയ് ശ്രീറാം, ഷൈൻ്റെ ബ്രേക്ക് ത്രൂ നടക്കാൻ പോവുകയാണ്. ആ മേഘങ്ങളുടെ ശക്തി ശരിക്കും എന്നെയും അമ്പരപ്പിക്കുന്നുണ്ട്. ഇമോട്ടർ ക്രെയിൻ പറയുന്ന കാര്യം ശ്രീറാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ശ്രീറാമിൻ്റെ കണ്ണുകൾ ആ നിമിഷത്തിൽ ഷൈനുള്ള ആ മേഖലയിലേക്കാണ്. ഇമോട്ടർ ക്രെയിനും ശ്രീറാമും ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ആ കാഴ്ചകൾ വീക്ഷിക്കുന്നത്. ഹുവാൻ മൗണ്ടനിൽ ഡീൻലി എല്ലാവരോടായി പറഞ്ഞു, നമുക്ക് ആ ബ്രേക്ക് ത്രൂ ഒന്ന് കാണണം. ഡീൻലി പറഞ്ഞ ആ വാചകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടത്തില്ല. അതിശക്തനായ ഒരു യോദ്ധാവ് ഇതാ ഈ പ്രപഞ്ചത്തിൽ പിറവിയെടുക്കാൻ പോവുകയാണ്. എത്രയോ നാളുകളായി ഷൈൻ ഏകാന്ത ധ്യാനത്തിലാണ്. ആ ധ്യാനത്തിൽ നിന്ന് ഇതാ ഷൈൻ പുറത്തു കിടക്കാൻ പോവുകയാണ്. ആ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയാണ്. ആ മേഘങ്ങൾ താഴേക്ക് വർഷിക്കുന്ന ആ കറണ്ട്, മിന്നൽ, ഇടി, അതൊക്കെ സമാനതകൾ ഇല്ലാത്തതാകും. അതിനെ ഷൈൻ എങ്ങനെ പ്രതിരോധിക്കുന്നു അതാണ് കാണേണ്ടത്. ഈ നിമിഷത്തിൽ ഷൈൻ്റെ കുടുംബത്തിന് മുകളിൽ മേഘങ്ങൾ അങ്ങ് തടിച്ചു കൂടിക്കഴിഞ്ഞു. അതിശക്തമായ മേഘങ്ങളുടെ വൻ ശേഖരമാണ് ആ എൻറ്റിയർ ഏരിയയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നത്. ഷൈൻ്റെ കുടുംബം ഒരു വലിയ മലമുകളിലാണ് താമസിക്കുന്നത്. വളരെ വിശാലമായ ഒരു മലയാണ്. ഷൈൻ്റെ കുടുംബത്തിൻ്റെ കാരണവർ ഷിഷിങ് എല്ലാവരോടായി പറഞ്ഞു, ഉടൻ എല്ലാ എലൈറ്റുകളെയും ഇവിടേക്ക് വരുത്തണം. ശക്തരായ ആളുകൾ ഇവിടെ ഉണ്ടാകണം. ഈ നിമിഷത്തിൽ ഒരു തരത്തിലുള്ള അറ്റാക്കും അനുവദിക്കാൻ പാടില്ല. ഷൈൻ ബ്രേക്ക് ത്രൂ നടത്തുന്ന സമയത്ത് ആ ബ്രേക്ക് ത്രൂവിനെ തടസ്സപ്പെടുത്താനായി ഡീമൺ റേസുകാർ അവിടേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. അത് ഷിഷിങ്ങിന് അറിയാം. അതുകൊണ്ടാണ് അയാൾ ആ കാര്യം പറഞ്ഞത്. ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന ലീമൻ ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, എല്ലാ എൽഡേഴ്സിനെയും വേഗം അണിനിരത്ത്. എൽഡേഴ്സ് ഉൾപ്പെടെ എല്ലാവരും അവർ അണിനിരത്താനായി ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ അവിടേക്ക് സാക്ഷാൽ ക്യൂൻ കുടുംബത്തിൻ്റെ ആ ജനറൽ പറന്നിറങ്ങി. അയാൾ അവിടേക്ക് വന്നതും ലീമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശ്വാസം നേരെ വീണു എന്ന് പറയാം. അയാൾ എല്ലാവരുടെയും പറഞ്ഞു, ഷൈനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റും. അങ്ങനെ അയാൾ പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അയാളുടെ കണ്ണ് പായുന്ന ആ ദിശയിൽ നമുക്ക് ഒരു അനക്കം കാണാം. അത് സാക്ഷാൽ ഗ്രീൻ റോക്ക് ഫോറസ്റ്റാണ്. അവിടെ നിന്ന് വൻതോതിൽ ഡീമൻസുമായി എമോട്ടർ ക്രെയിനും ശ്രീറാമും ഹോളി റീജിയനിലെ ആ സെൻട്രൽ പ്ലെയിനിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വെർമിലിയൻ ബേർഡും വൈറ്റ് ടൈഗറും ബ്ലാക്ക് ടോർട്ടോയിസ് ഉൾപ്പെടെയുള്ള സകല ആളുകളുമുണ്ട്. അശ്വ ഡ്രാഗൺ പരിക്കേറ്റ് കിടക്കുകയാണ്. ബാക്കിയുള്ള മുഴുവൻ ഡീമനുകളും ഒന്നിച്ച് ഹോളി റീജിയനിലേക്ക് ഒരു എഴുന്നള്ളത്ത് നടത്തുകയാണെന്ന് പറയാം. ആ ഡീമൺ റേസുകാർ ഹോളി റീജിയനിലേക്ക് പാഞ്ഞു വരുന്നു എന്ന യാഥാർത്ഥ്യം ഹോളി റീജിയനിലെ ആ
ബാക്കിയുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരിസ്റ്റോക്രാറ്റിക് ഗ്രേറ്റ് കുടുംബങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് 6 പേരാണ്. നീ കുടുംബവും ഗു കുടുംബവും യാവോ കുടുംബവും ഒക്കെ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ബാക്കിയുള്ള കുടുംബങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ബ്ലാക്ക് കുടുംബത്തിനെ പ്രതിനിധീകരിച്ച് ടിയാൻഷി ബ്ലാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഷീ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുകളിൽ തുരുതുര മിന്നലുകളുടെ ഒരു നിര തന്നെ ഉണ്ടായി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും കാതടച്ചു പോകുന്ന ഇടിയുമായി ആ ട്രിബുലേഷൻ മേഘങ്ങൾ മുകളിൽ നിന്ന് പെയ്തിറങ്ങുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഒരുപാട് നിറങ്ങൾ അന്തരീക്ഷത്തിലങ്ങ് നിറയുകയാണ്. സകല മേഖലയിലും ഈ നിറം കാണാം. അതുപോലെ ആ മിന്നലുകളും അതേ സമയത്ത് ആ ശബ്ദവും എല്ലാ മേഖലയിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ ആ ഷൈൻ കുടുംബത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ആളുകളും ഹോളി റിജിലേക്ക് തിരിച്ചു എന്ന് പറയാം. യോദ്ധാക്കൾ എവിടെയുണ്ടെങ്കിലും അവരുടെ ശ്രദ്ധ ഇപ്പോൾ ഹോളി റീജിയനാണ്. ഹോളി റീജിയനിലെ ആ സെൻട്രൽ പ്ലെയിനിലേക്ക് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ പാഞ്ഞു വരുമ്പോൾ എമിലി ബ്ലാക്കിനെ ആ പറഗേറ്ററിയിൽ തടുത്ത ആ ഡിവൈൻ സെക്ഷൻ്റെ ആളുകൾ, ആ ഡിവിനേഷൻ സെക്ഷൻ്റെ ആളുകളും സെൻട്രൽ പ്ലെയിനിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ ആ സന്യാസി സെക്ഷൻ്റെ ആളുകളും എത്തിയിരിക്കുകയാണ്. അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ സെക്ഷനുകളും അവരുടെ എൽഡേഴ്സുമായിട്ട് ആ സെൻട്രൽ പ്ലെയിനിലേക്ക് തിരിക്കുമ്പോൾ ഹുനാങ് മൗണ്ടിൽ നിന്ന് മാർക്ക് ഫെല്ലറും ടീമും ആ ഷീ കുടുംബത്തിനെ സമീപം എത്തിയിരിക്കുകയാണ്. അവരവിടേക്ക് പാഞ്ഞു വരുമ്പോൾ തന്നെ അവർക്ക് ആ കാഴ്ച കാണാം. മേഘങ്ങൾ കൂട്ടിമുട്ടുന്നതും താഴേക്ക് മിന്നൽ പതിക്കുന്നതും ആ മിന്നലുകളെ തടുത്തുകൊണ്ട് സാക്ഷാൽ ഷൈൻ അവിടെ പുനർജനിക്കുന്നതുമായ കാഴ്ച അവർക്ക് കാണാം. അതിശക്തമായ മിന്നൽ അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ മിന്നലുകളുടെ നിരന്തരമായ വീഴ്ച അത് ഒരു സ്റ്റേജ് കഴിഞ്ഞതും ഷൈൻ അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പുറത്തേക്ക് വന്നു. താഴേക്ക് വീഴുന്ന മിന്നലുകളെ അയാളിപ്പോൾ കൈകൊണ്ട് സ്വീകരിക്കുകയാണ്. കളിപ്പാട്ടം കയ്യിലേക്ക് ഏറ്റുവാങ്ങുന്ന പോലെ മിന്നലുകളെ ഏറ്റുവാങ്ങാനുള്ള പവർ ഷൈൻ നേടിയെന്ന് അവൻ്റെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പുച്ഛം ആ മിന്നലുകളോട് ഷൈൻ്റെ മുഖത്തും കാണാം. അത് ആ മിന്നലിന് മനസ്സിലായെന്ന് അടുത്ത വർഷത്ത് താഴോട്ടുള്ള മിന്നലുകൾ വിളിച്ചു പറയും. ശരിക്കും അതിൻ്റെ പവറും കൂടി. എന്തായാലും ഒരു രസകരമായ ട്രിബുലേഷൻ നടക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ടുനിന്ന അതിശക്തമായ ഇടിമിന്നലും അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഷൈൻ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ദേഹമൊക്കെ വിണ്ടു കീറിയിട്ടുണ്ട്. പക്ഷെ അയാൾ അതിശക്തനായിരിക്കുകയാണ്. അയാളുടെ ബോഡി ഒന്ന് ഹീൽ ചെയ്ത് മാറണം, അത്രയേ വേണ്ടൂ. അയാളിപ്പോൾ 5 എലമെന്റ്സും സ്വന്തമാക്കിയിരിക്കുകയാണ്. ശരിക്കും പാത്ത് ഓഫ് ഹെവൻ്റെ 5 ശക്തമായ ടെക്നിക്കുകൾ അയാൾ സ്വന്തമാക്കിയെന്ന് പറയാം. പാത്ത് ഓഫ് ഹെവൻ്റെ ഒരു ടെക്നിക്ക് തടിയാണ്. തടിയിൽ നിന്നാണ് തീ ഉണ്ടാവുക, തീയിൽ നിന്നാണ് മണ്ണുണ്ടാവുക, മണ്ണിൽ നിന്നാണ് വെള്ളമുണ്ടാവുക, വെള്ളത്തിൽ നിന്ന് പിന്നെയും തടി ഉണ്ടാവും, തടിയിൽ നിന്ന് പിന്നെയും തീ. ഇങ്ങനെയാണ് ആ 5 എലമെന്റ്സിനെ കണക്ട് ചെയ്യുക. സാധാരണ ഇതിൽ പാത്ത് ഓഫ് ഹെവൻ്റെ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് എല്ലാവരും ബിൽഡ് ചെയ്യുക. ഇവിടെ പാത്ത് ഓഫ് ഹെവൻ്റെ 5 പാത്തുകൾ സ്വായത്തമാക്കിയിരിക്കുകയാണ് ഷൈൻ. ഷൈൻ്റെ ശക്തി അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്തതാണെന്ന് പറയാം. സമാനതകളില്ലാത്ത ശക്തിയാണ് ഷൈൻ നേടിയിരിക്കുന്നത്. പക്ഷെ ഷൈൻ്റെ ദേഹം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ട്. ആ മിന്നലേറ്റ് ദേഹം മുഴുവൻ വിണ്ടു കീറിയിരിക്കുകയാണ്. അതൊന്ന് ഭേദമാക്കാനുള്ള ഒരു സമയം ഷൈന് വേണം. ആ നിമിഷത്തിൽ എമോട്ടർ ക്രെയിൻ ശ്രീറാമിനെ ഒന്ന് നോക്കി. ശ്രീറാമിന് ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ശ്രീറാം മുന്നോട്ട് കുതിച്ചു. ശ്രീറാം മുന്നോട്ട് കുതിക്കുമ്പോൾ ശ്രീറാമിനൊപ്പം ഡീമൺ റേസുകളും മുന്നോട്ട് കുതിക്കുകയാണ്. ഈ നിമിഷത്തിൽ ആ സെൻട്രൽ പ്ലെയിനിൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു. അതിശക്തരായ യോദ്ധാക്കളുടെ വൻ നിര തന്നെ ഹോളി റീജിയനിൽ എത്തിയിരിക്കുകയാണ്. ഹോളി റീജിയൻ ഇതിനു മുമ്പ് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത അത്രയും ശക്തരായ യോദ്ധാക്കളുമായിട്ട് ഡീമൺ റേസ് എത്തിയിരിക്കുകയാണ്. ഡീമൺ റേസിന് പുറമെ ഹോളി റീജിയനിൽ പരിചയമില്ലാത്ത വിവിധ സെക്ഷനുകളെയും സ്കൂളുകളെയും പ്രതിനിധീകരിച്ച് ആളുകളും എത്തിയിട്ടുണ്ട്. എല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോൾ ഡീമൺ റേസിനെ പ്രതിനിധീകരിച്ച് ശ്രീറാമും ബ്ലാക്ക് ടോട്ടോയിസും വെർമീലിയൻ ബേർഡും വൈറ്റ് ടൈഗറും മറ്റ് അനവധി ഡീമൺ ബീസ്റ്റുകളും ഒരുമിച്ച് മുന്നോട്ട് കുതിച്ചു. ആ എൻറ്റയർ ടീമും മുന്നോട്ട് കുതിച്ചു വരുന്ന ആ നിമിഷത്തിൽ മറ്റൊരു മേഖലയിൽ നിന്ന് ഒരു ടീം അവിടേക്ക് അതിവേഗം പറന്നിറങ്ങി.
അവരെ കണ്ടതും ആ എൻ്റെ ഹോളി റീജിയൻ ആളുകളും ശരിക്കും അങ്ങ് സ്റ്റക്കായി. വന്ന ആളുകൾക്കൊക്കെ ചിറകുണ്ട്. എത്തിയിരിക്കുന്നത് മോൺസ്റ്റർ റേസുകാരാണ്. ഒരു ജോഡി ചിറകും, 2 ജോഡി ചിറകും, 3 ജോഡി ചിറകൊക്കെ ഉള്ള ഇഷ്ടംപോലെ ജീവികൾ. ആ ജീവികളുടെ മുന്നിലേക്ക് പെട്ടെന്ന് 4 ജോഡി ചിറകുകളുമായി ആയിരക്കണക്കിന് ജീവികൾ പറന്നിറങ്ങി. കൂറ്റൻ രൂപങ്ങളാണ്. ഇതുവരെ ഹോളി റീജിയനിൽ ഒരിക്കൽ പോലും ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത 8 ചിറകുകളുള്ള മോൺസ്റ്റേഴ്സിന്റെ ഒരു വൻ നിര അവിടെ പെയ്തിറങ്ങിയതും അവയുടെ ഏറ്റവും മുന്നിലായി സാക്ഷാൽ ഹെക്ടർടെങ് വന്നങ്ങനെ നിന്നു. ഹെക്ടർടെങ്ങിന്റെ ആ ചിറകുകൾ പെട്ടെന്നൊന്ന് വിടർന്ന് അങ്ങ് മാറി. ഹെക്ടർടെങ്ങിന്റെ ബോഡിയിലെ ചിറകുകൾ ഇപ്പോൾ വിസിബിൾ അല്ല. അവൻ വിചാരിക്കുന്ന സമയത്ത് ചിറക് വിടർത്താനും അവൻ വിചാരിക്കുമ്പോൾ ചിറക് മാറ്റാനും അവന് പറ്റുമെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആകാശത്തിലുള്ള ചിറകടിച്ച് ഒരു പക്ഷിയെ പോലെയാണ് അവൻ വന്നത്. ഹെക്ടർടെങ് അവിടെ വന്ന് നിന്നതും അവൻ്റെ ദൃഷ്ടി അവിടെയുള്ള മുഴുവൻ ആളുകളെയും അങ്ങനെ പരിധിയപ്പോഴാണ് അവൻ്റെ ദൃഷ്ടി മാർക്ക് ഫെല്ലറിൽ പതിഞ്ഞത്. മാർക്കിനെ കണ്ടതും അവൻ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞങ്ങളുടെ മോൺസ്റ്റർ റൈസിന് 10 ചിറകുകൾ ലഭിക്കാതെ പോയത്. അങ്ങനെ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായ വംശമായി മോൺസ്റ്റർ റൈസ് മാറുമായിരുന്നു. അതിന് കാരണക്കാരൻ നീയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അതിനു മുമ്പ് ഒരു കാര്യം, മാർക്ക്, നീ എന്നെ ആക്രമിച്ച് എൻ്റെ കൈ മുറിച്ചെടുത്തു. ആ കൈ എനിക്കിപ്പോൾ തിരികെ വേണം. മാർക്ക് ഫെല്ലറോട് മോൺസ്റ്റർ റൈസിന്റെ ഫാളൻ ഗോഡ്ലി കിങ് എന്ന് വിളിക്കപ്പെടുന്ന അതിശക്തനായ ഹെക്ടർടെങ് അങ്ങനെ പറഞ്ഞപ്പോൾ ആ എൻ്റെ ഹോളി റീജിയനിലെ ആളുകൾക്കും ഒരു നടുക്കം. മോൺസ്റ്റർ റൈസുമായി ഒരു ഏറ്റുമുട്ടൽ നടത്താൻ അവർക്കാർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോഴാണ് മോൺസ്റ്റർ റൈസിന്റെ മുന്നോട്ടുള്ള വളർച്ചയെ പൂർണ്ണമായും തടുത്തത് മാർക്ക് ഫെല്ലറാണെന്ന യാഥാർത്ഥ്യം അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ വിളിച്ചു പറയുന്നത്.